സമയം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കിടന്നു വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവദാസിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാനും ദൈവവചനം പങ്കുവെക്കുവാനും ക്ഷണിച്ചതിനും പ്രത്യേകം നന്ദി സിസ്റ്റർ ബീനായ ജയോടും ടീമിനോടും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പ് എൻ്റെ ഓർമ്മയിൽ 2 തവണ ദൈവവചനം പങ്കുവെക്കുവാൻ അവസരം എനിക്ക് തന്നിട്ടുണ്ട്. വീണ്ടും ഹല്ലേലൂയ, ഈ പകലിൽ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആളുകൾ ചുരുക്കമാണുള്ള ഒരു പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചേടാ. കർത്താവ് നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അമേരിക്ക തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്കൊക്കെ അവിടെ ചൂടായിരിക്കും. ഹല്ലേലൂയ. അതോ മഴയുണ്ടോ എന്തോ. കൃപയാൽ കർത്താവ് സ്തോത്രം 1-2 മാസം കൂടെ ഇവിടെ, അതിൻ്റെ 1 മാസം കൂടെ മിച്ച കഴിഞ്ഞേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ കാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഓർത്താലും ഹല്ലേലൂയ. മാർച്ച് മാസം പകുതിക്ക് ശേഷം മടങ്ങിയെത്തും. കർത്താവ് നമുക്ക് നല്ല അവസരങ്ങൾ വീണ്ടും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഹല്ലേലൂയ ഈ ചുരുങ്ങിയ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് കർത്താവ് ഏൽപ്പിച്ച ഒരു ചിന്ത പങ്കുവെക്കുന്നതിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. കഴിയുന്നതും മുഖമൊന്ന് കാണിച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരു പുരുഷ തല കണ്ടു. സ്തോത്രം. മുമ്പേ സഹോദരിമാർക്ക് മാത്രമേ വന്ദനം പറഞ്ഞുള്ളൂ, ആരുടെയും തല കാണാഞ്ഞുണ്ട. പ്രിയ സഹോദരനും വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ മുഖത്തോടെ മുഖം നോക്കി ഒന്ന് കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്ത് പ്രതികരണമാണ് ശുശ്രൂഷയ്ക്ക് ഞങ്ങൾക്കൊരു ഫ്ലോ തരുന്നത്. അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഒന്ന് പ്രതികരണം കാണാനായിട്ടാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുമ്പം ഹല്ലേലൂയ, ഇരിക്കുന്നത് നമ്മുടെ കെട്ടിടം വീടാണെങ്കിലും ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടെ ആയിരുന്നാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പം പറഞ്ഞു പോകുന്ന ഒരു സെന്റൻസാണ് ഇന്നത്തേക്കുള്ള മന്ന ഞങ്ങൾക്ക് തരണമെന്നുള്ളത്. മന്നയുടെ ഒരു കുഴപ്പം നിങ്ങൾക്കറിയാവോ? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49-50 വാക്യം വായിക്കുമ്പം അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഈ മന്ന തിന്ന പിതാക്കന്മാരെല്ലാം ചത്തുപോയി മരുഭൂമിയിൽ. നിങ്ങളോ ജീവിക്കേണ്ടതിന് ഞാൻ ജീവനുള്ള അപ്പമായി ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മഴയ നിമിത്തത്തിന് കൊടുത്ത മന്നായ്ക്ക് തുല്യമായ നമ്മളെല്ലാവരും കണ്ടും കേട്ടും അനുകരിച്ചാണ് പ്രാർത്ഥനയും ശുശ്രൂഷയും എല്ലാം ശീലിക്കുന്ന, ആരുടെയും കുറ്റമല്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ആരും അനുകരിക്കേണ്ട, ആരും പറഞ്ഞത് കേൾക്കുകയും വേണ്ട. അതിലുപരി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് സ്തോത്രം ഉറപ്പുള്ള ചുവടുകളെ വെക്കാനായിട്ട് പറ്റും. അതിനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നേക്കും ജീവിപ്പാൻ തന്നേക്കുന്ന ജീവന്റെ അപ്പമാണ് യേശു ക്രിസ്തു. കുറഞ്ഞ പക്ഷം ഞാൻ ചിന്തിക്കാറുണ്ട്, നായ്ക്കുട്ടി എന്ന് യേശു വിളിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, സുറഫോയ്ക്ക ജാതിയിൽപ്പെട്ട ഒരു പെണ്ണും പിള്ള. അവള് യഹൂദ സ്ത്രീ അല്ല, അന്യജാതിക്കാരുത്തിയ. അന്യജാതിക്കാര് യഹൂദന്റെ കാഴ്ചപ്പാടിൽ നായ്ക്കളാണ്. അവരന്ന് അങ്ങനെ വിളിച്ചിരുന്നത്. അപ്പം യേശുവും പറഞ്ഞു, സ്തോത്രം, മക്കളുടെ അപ്പം കൊടുത്തിയ നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന് യേശു നേരിട്ട് പറഞ്ഞു. പക്ഷെ അവള് വിട്ടില്ല. ഹല്ലേലൂയ. അവള് പറഞ്ഞത്, നായ്ക്കുട്ടിയും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്ക് ഭക്ഷിച്ച് ജീവിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അവളെ അനുഗ്രഹിച്ച് അവക്ക് നിറച്ചു കൊടുത്ത് മടക്കി അയച്ച കർത്താവ് ആ ജീവന്റെ അപ്പകഷണം നമുക്ക് തരാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അതാണ് നാം പ്രാപിക്കേണ്ടത്, അതിനാണ് വാഞ്ചിക്കേണ്ടത്. ഇത് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന അപ്പമാണ്. ആ നിലകളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സമൃദ്ധമായി ഇന്ന് പകൽക്കാലം നടത്തുവാൻ
ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാം. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ സമയത്ത് നാട്ടിലെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രത്യേക സ്തോത്രം. ഈ ശുശ്രൂഷ നാളുകളായി കർത്താവ് ഏൽപ്പിച്ച് അത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്ററേയും അവരുടെ ടീമിനെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് സംബന്ധിപ്പാൻ ഭാഗ്യം ലഭിച്ചവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഹൃദയമായി അങ്ങ് സംസാരിക്കണമേ. ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം വായിച്ച് തള്ളാനോ, അതേ കർത്താവെ, വാക്യം വിളിച്ചു പറഞ്ഞ് വാക്യമത്സരത്തിൽ വിജയിക്കാനോ അല്ല, ജീവിതത്തിൽ ഫലമുള്ളവരായി തീരുവാൻ ഈ വചനങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവി ശുശ്രൂഷയെ നിയന്ത്രിക്കണം. ഹൃദയങ്ങളോട് അവിടുന്ന് ഇടപെടണം. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഗലാത്യർ 5:22 വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഭൂരിപക്ഷം ആളുകളും അത് ഉപയോഗിച്ചിട്ടുള്ളത് വാക്യ മത്സരത്തിൽ സ്തോത്രം കാണാതെ പറഞ്ഞ് സമ്മാനം മേടിക്കാനായിട്ടാണ്. അത് തെറ്റല്ല. പക്ഷേ വാക്യമത്സരത്തിൽ സമ്മാനം കിട്ടിയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ എത്തത്തില്ല. ഈ ഫലം ഇവിടെ വെളിപ്പെടുത്തണമെന്ന് കർത്താവ് സത്യമായി നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ അടങ്ങുന്ന ഉപദേശന്മാരുടെ പ്രസംഗത്തിൽ എനിക്ക് വേറെ ആരെയും കുറ്റം പറയാനില്ല. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഒരു സമയം വരെ. സ്തോത്രം. നമുക്കെല്ലാം എളുപ്പഭാഷ പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. ദാവീദും ഗൊല്ലിയാത്തും കളിയാണ് പുസ്തകം തുറന്നാൽ ഉടനെ നമുക്ക് മുമ്പിൽ വരുന്നത്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വേദഭാഗം ധ്യാനിക്കുകയോ ഒത്തിരി കുത്തിയിരുന്ന് ധ്യാനിക്കുകയോ തയ്യാറാക്കുകയോ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു സങ്കീർത്തന ഭാഗം, ഈ വാക്യം വായിക്കാം, ആ വാക്യം വായിക്കാം, മറ്റേ വാക്യം വായിക്കാം, അടുത്ത വാക്യം വായിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമയം ചെലവഴിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞുപോയി. കർത്താവിൻ്റെ വരവിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങളുടെ സ്ഥിതികൾ ഞാൻ പറയേണ്ട, നിങ്ങൾ വാർത്തകളിൽ കാണുന്നുണ്ട്. സമൂഹത്തിലെ സ്ഥിതികൾ, സഭയ്ക്കകത്തെ സ്ഥിതി അതിനേക്കാൾ ശോധനീയമായ. ഒരു വശത്ത് നോർത്ത് ഇന്ത്യൻ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ, ഹല്ലേലൂയ, ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിവേദനയോടല്ലാതെ ഓർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള എണ്ണമറ്റ സംഭവങ്ങളിലൂടെ കർത്താവിൻ്റെ വരവിൻ്റെ ആ തീവ്രത നമ്മളെ അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഥ പറഞ്ഞും യാത്രാവിവരണങ്ങൾ നടത്തിയും അതാ ഇതാ പറഞ്ഞൊന്നും പോകാൻ ഇനി സമയമില്ല. ഹല്ലേലൂയ. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നല്ലോ. ആരും നമ്മളെ ഒരുക്കാൻ വരത്തില്ല. സ്തോത്രം. ഞാൻ വിഷയത്തിൽ നിന്ന് മാറി പോകുമോ എന്ന് ഭയപ്പെടുന്നു. അറിയാതെ ആ ഒരു ചിന്ത ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നു. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇതിൽ നിന്ന് മാറി കയറി വന്നതാ. സ്തോത്രം. അവിടെ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നത്, ഒരുക്കമുള്ള ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ വന്ന് യോഹന്നാനെ കുറിച്ച് പറയുന്നു. ഇല്ലേ? 1:17. സ്തോത്രം. ഒരുക്കമുള്ള ജനത്തെ പിന്നൊരുക്കണോ? ഒരു വലിയ ചോദ്യമല്ലേ? എല്ലാം ചുമ്മാതെ വായിച്ചു വിടരുത്, നിന്ന് ചിന്തിക്കണം. ഒരുക്കമുള്ള ജനത്തെ ഒരുക്കണം. നമ്മുടെ വീട്ടിലൊരു പെൺകൊച്ചിന്റെ കല്യാണം വന്നാൽ ബ്യൂട്ടീഷ്യനെ വിളിക്കും. പണ്ടൊക്കെ അറിയാവുന്ന അമ്മച്ചിമാരോ അമ്മമാരോ ഒക്കെ വാരിക്കോതിയൊക്കെ കെട്ടിയൊക്കെ വിടുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ബ്യൂട്ടീഷ്യൻ വരാതെ ഒരു പിള്ളേരും ഇന്ന് സമ്മതിക്കത്തില്ല. സ്വത്ര ഉറക്കമില്ലാതെ കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേൽപ്പിച്ചിരുത്തി എല്ലാം കൂടെ വാരിക്കെട്ടി പൂശി ഒരു പരുവത്തിലാക്കി ഇറക്കി കൊണ്ടു നിർത്തും. ഹല്ലേലൂയ. അത് ഒരു ഒരുക്കമാണ്. എന്തിനാ? ആ കല്യാണത്തിന് ചില മിനിറ്റുകൾ, ചില ചുരുങ്ങിയ മണിക്കൂറുകൾ ആ സദസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ്. സന്ധ്യയാകുമ്പോൾ ഇതെല്ലാം പോകും. ആ കൊടുത്ത 15,000 25,000 ഒക്കെ പോക്കാം. സ്തോത്രം. മോഹം കഴിയുമ്പോൾ മിക്കവാറും ഒക്കെ തീരും. ഈ ഒരുക്കമല്ല ഇവിടെ നമ്മളോട് പറയുന്ന ഒരുക്കം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
ഇവിടെ തിരുവചനം പറയുകയാണ് ഒരുക്കമുള്ളവരെ ഒരുക്കണം. ഉദാഹരണം പറഞ്ഞത് തെളിയിക്കാനായിട്ട് പോയാൽ എനിക്ക് ഈ വചനത്തിനകത്ത് നിൽക്കാൻ ഒക്കത്തിരുന്നൊരു ഭയം കൂടെ വരുന്നു. പെട്ടെന്ന് ആ ചിന്ത കയറി വന്നാണ്. രണ്ട് വാക്ക് ഞാൻ പറഞ്ഞിട്ട് പോവാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുക്കമുള്ളവരെ ഒരുക്കാൻ പറ്റത്തുള്ളെന്ന് നിങ്ങൾ എൻ്റെ കൂടെ ചിന്തിക്കുകയാണെങ്കിൽ എളുപ്പം പിടികിട്ടും. ഒരു കല്യാണം ആലോചിച്ച് മാതാപിതാക്കളെ അനുസരിച്ചു പോകുന്ന ഒരു പെങ്കൊച്ചിനൊരു ചെറുക്കനെ ഇഷ്ടപ്പെട്ട് കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചാൽ ഹല്ലേലൂയ, അവള് തന്നെത്താനെ ഒരുങ്ങാൻ ആരംഭിക്കും കുറെ കാര്യങ്ങൾ. ആ ഒരുക്കത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബ്യൂട്ടീഷ്യനെയോ അല്ലെങ്കിൽ അറിയുന്നവരെയോ വിളിച്ചേച്ച് ലാസ്റ്റ് മിനുക്ക് പണി നടത്തി ആ സാരിയൊക്കെ ഉടുപ്പിച്ച് മുമ്പിൽ കൊണ്ടു നിർത്തുന്നത്. അപ്പൊ മനസ്സിൽ ഒരുക്കമുള്ളവളെ ഒരുക്കാൻ പറ്റുള്ളൂ. ഈ കല്യാണത്തിന് അവൾ ഒരുക്കമല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ വീട്ടിൽ വരുന്നതിന് മുമ്പേ അവൾ പാതിരാത്രിക്ക് മറ്റവന്റെ കൂടെ സ്ഥലം വിടും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടി കിട്ടിയോ? സ്തോത്രം. അപ്പൊ ഒരുക്കമുള്ളവരെ ഒരുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത മനസ്സുകൊണ്ട് അവൾ ഒരുങ്ങിയത് അല്ലെങ്കിൽ അവൾ അതിനു മുമ്പേ സ്ഥലം വിടും. വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ നമ്മൾ നമ്മുടെ കർത്താവായ കാന്തന് വേണ്ടി ഹൃദയം കൊണ്ട് ഒരുങ്ങി കാത്തിരിക്കുന്നെങ്കിൽ മാത്രമേ ഈ വചന ശുശ്രൂഷ കൊണ്ട് അവസാനത്തെ മിനുക്ക് പണി നടക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ദൈവവചനം നമ്മളോട് പറയുന്ന ഒരുക്കം ഈ ദിനങ്ങളിൽ നമ്മുടെ അകത്ത് സംഭവിക്കണം. സ്തോത്രം. ഇത് പുറത്തെ ഒരുക്കമല്ല. ഇത് തുണി കൊണ്ടും മണി കൊണ്ടും ഒന്നും ഒരുക്കുന്ന ഒരുക്കമല്ല. ഇത് നീതി പ്രവൃത്തികളാണ് ഇവിടുത്തെ തുണി, വിശുദ്ധിയാണ് ഇവിടുത്തെ അലങ്കാരം. വിശ്വാസം അതിനെ നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്, പ്രത്യാശയാണ് നമ്മളെ അതിനകത്ത് ഉറപ്പിക്കുന്നത്. ആ നിലകളിലുള്ള ഒരു വലിയ ഒരുക്കത്തിലൂടെ നമ്മുടെ ആത്മീക ജീവിതത്തെ ഈ ദിവസങ്ങളിൽ തയ്യാറാക്കാൻ ഈ സംഭവങ്ങൾ കാണുമ്പോൾ അതെ, മണവാളൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക എന്ന് തിരിച്ചറിയണം. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതിനു മുമ്പ് പറഞ്ഞ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുമ്പ് ഹല്ലേലൂയ, നമ്മളിൽ അവൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ഫലമുള്ളവരായിത്തീരണം. എന്ത് ഫലം? ദൈവത്തിന് സ്വോത്ര കാഴ്ച വേണം. സ്വോത്രം. നമ്മളെല്ലാം ആ ഒരു ഭാഗത്താണ് ഫലം എന്ന് പറഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നെങ്കിൽ പോയി. അതല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം 9 കാര്യം വായിച്ചില്ലേ? എന്തുവാന്നാ തുടങ്ങിയ വായിച്ച ആദ്യത്തെ വാക്ക്? പറയാവുന്നവർ പറഞ്ഞു, കുഴപ്പമില്ല. സ്നേഹം അല്ല, തുടങ്ങിയ വാക്ക് 5:22. ആത്മാവിന്റെ ഫലമോ? അപ്പൊ എവിടുത്തെ ഫലമാ? സ്തോത്രം. ആത്മാവിന്റെ ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. വേറൊരു കാര്യം, 9 കൂട്ടം കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 9 സാധനത്തെ അല്ലെ 9 കായ്കളെ ഫലം എന്ന ഏകവചനം കൊണ്ട് മലയാള ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? അതോ ഫലങ്ങൾ എന്ന് പറയണമോ? ഫലങ്ങൾ എന്നല്ലേ പറയേണ്ടത്. ഇവിടെ തന്നെ അക്ഷരത്തെറ്റോ ട്രാൻസ്ലേഷൻ ബസ്സോ ഒന്നുമല്ല. സ്തോത്രം. 9 ഫലം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. ഒരു ഓറഞ്ചിന്റെ 9 അല്ലി പോലെ ഈ 9 ഫലവും ചേർന്ന് നിന്ന് ഒരാളിൽ നിന്ന് വെളിപ്പെടേണ്ടതാണ്. ഒരു കുലയിലെ പല മുന്തിരിങ്ങകൾ പോലെ. സ്തോത്രം. അതിനെ ഒരു കൊല മുന്തിരി എന്ന ഏകവചനത്തിൽ ഉപയോഗിക്കാമെങ്കിൽ 9 അല്ലികളുള്ള ഒരു ഓറഞ്ചിനെ ഓറഞ്ച് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ വായിക്കുമ്പം പേരുകൾ വ്യത്യസ്തമാണെങ്കിലും സ്തോത്രം, ഓരോ ഓറഞ്ചിനോടാണ് വാസ്തവത്തിൽ തുലനപ്പെടുത്തേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ 9 സ്വഭാവവും വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്താനാണ് ഈ 9 ഫലവും തന്നേക്കുന്നത്. ലോകത്തിലെ വേറൊരു ജാതി മതത്തിനും ഇങ്ങനത്തെ ഒരു ഫലം പുറപ്പെടുവിക്കൽ ഇല്ല. നമ്മളിൽ നിന്ന് കണ്ടും കേട്ടും സ്വാഭാവികമായിട്ട് കുറെ പറയുമെങ്കിലും ഹല്ലേലൂയ, കഴുത്തെ പാമ്പ് ചുറ്റിവനും ചൂലം കൊണ്ട് നിൽക്കുന്നവനൊക്കെ എന്തോന്ന് സ്നേഹമാണ്. തെറ്റപ്പല്ലും ചാടിച്ച് വീതിയും പെടുത്തി നിൽക്കുന്ന പുള്ളിക്കൊന്നും ഈ ഫലമൊന്നും പറയാനൊന്നും സാധ്യമല്ല. ഇത് യേശുവിന്റെ സ്വഭാവത്തിന്റെ 9 വശങ്ങളാണ്. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സൽസ്വഭാവത്തിലെ 9 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 9 വെളിപ്പെടുത്തുന്നത് ഓരോ യേശുവിനെയാണ്. അതുകൊണ്ട് ഇത് 9 ഫലങ്ങൾ അല്ല, 9 ഫലമാണ്. ഇനി അതിന്റെ വേറൊരു കാര്യം, 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യം നമ്മൾ വായിച്ചാൽ
അതുപോലെ റോമാലേഖനം 12:6 തൊട്ടും 1 പത്രോസ് 4 അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിച്ചാൽ ഒത്തിരി കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 1 കോരി 12:8 തൊട്ട് 10 വരെയുള്ള വാക്യത്തിൽ അവിടെ ഉണ്ട് ഒരു 9 കൃപാവരങ്ങൾ. അത് കൃപാവരമല്ല, കൃപാവരങ്ങളാണ്. അതെങ്ങനെയാ? ഈ 9 കാര്യം 9 പേർക്കാ പറഞ്ഞേക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരുത്തിന് രോഗശാന്തി, മറ്റൊരുത്തിന് വെളിപ്പാട്, വേറൊരുത്തിന് പ്രവചനം, വേറൊരുത്തിന് വ്യാഖ്യാനം, ഇങ്ങനെ ഒരുത്തിന് മറ്റൊരുത്തിന് വേറൊരുത്തിന്, ഒരുത്തിന് മറ്റൊരുത്തിന് വേറൊരുത്തിന്, ഓരോന്നും ഓരോരുത്തർക്കാ. അതുകൊണ്ട് അത് 9 9. എന്നാൽ ഇത് 9 കൂടെ ചേർന്ന ഒരാളുണ്ട്, അത് അപ്പോസ്തലനാണ്. അത് കണ്ടമാനമില്ല, 12 പേരാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അപ്പോസ്തലനിൽ ഈ 9 കൃപാവരും ഉണ്ട്. എന്നാൽ അല്ലാത്തവർക്കെല്ലാം ഓരോ കൃപാവരും ഓരോരുത്തർക്കാ. ഒരാൾ പ്രവചിക്കുന്നു, വേറൊരാൾ വെളിപ്പാട് പറയുന്നു, മറ്റൊരാൾ വ്യാഖ്യാനിക്കുന്നു, വേറൊരാൾക്ക് രോഗശാന്തിയുണ്ട്. ഇങ്ങനെ കൃപാവരങ്ങൾ ഓരോരുത്തർക്കാ. പക്ഷേ ഈ 9 ഫലം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ. എനിക്ക് ഭയങ്കര സ്നേഹം, നിങ്ങളിൽ ഒരാൾക്ക് ഇന്ദ്രിയ ജയം, മറ്റേയാൾക്ക് ദയ, ഒരാൾക്ക് പരോപകാരം. ഈ 9 ആളിലായി പോയാൽ ഈ ബാക്കി 8 പിന്നെ ആർക്കാ? അത് എന്ന് എവിടെ കൊണ്ട് കായ്ക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഈ 9 ഫലവും ഒരാളിൽ തന്നെ വരണം. കൃപാവരം ഓരോരുത്തർക്ക് മതി. ഒന്നുണ്ടായിട്ട് തന്നെ കിടക്കപ്രതി ഇല്ല, ഒന്നിൽ കൂടുതലുണ്ട് പിന്നെ ചിലപ്പോൾ പറയുകയും വേണ്ട. 4 വെളിപ്പാട് അടുപ്പിച്ച് കണ്ടാൽ 25 പേരുള്ള സഭ പിറ്റേ ആഴ്ച 3 ആകും. അങ്ങനത്തെ വെളിപ്പാടുകാരും നമ്മുടെ ഇടയിൽ ഇല്ലാതില്ല. അതുകൊണ്ട് ഏത് കൃപാവരം കിട്ടിയാലും ആത്മാവിന് കീഴടങ്ങിയിരിക്കണം, നടത്തിപ്പുകാർക്ക് കീഴടങ്ങിയിരിക്കണം. നടത്തിപ്പുകാരൻ പരിജ്ഞാനമുള്ള ആളായിരിക്കണമെന്ന് മാത്രം. ഒരു കൃപാവരവും ചലിക്കാൻ അനുവദിക്കാതെ കൊണ്ട് അടിച്ചൊതുക്കി ഇന്നിപ്പോ ഇല്ല. പാട്ടിന്റെ 2ാമത്തെ ലൈനയിൽ കടുപ്പിച്ച ഇച്ചിരി അന്യഭാഷ മാത്രമേ മിക്ക ബന്ധുക്കോ സഭകളിലും ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു കൃപാവരവും കാര്യമായി ചലിക്കുന്നില്ല. അതും ദോഷമാണ്. വരങ്ങൾ വേണം. വരങ്ങൾ എന്താണ്? ഫലങ്ങൾ എന്താണ്? യെഹെസ്കേൽ പ്രവചനം 47 അധ്യായത്തിന്റെ 12ാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 2 വാക്യവും നിങ്ങൾ എല്ലായിടത്തും വായിക്കാൻ ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടും വായിക്കാൻ നമ്മുടെ ഇരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് എളുപ്പവുമല്ല. അതുകൊണ്ട് നിങ്ങളത് താല്പര്യമുള്ളവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങളത് കൂട്ടി യോജിപ്പിച്ചു. സ്തോത്രം. നിങ്ങൾ ബെരോവയിലുള്ളവരെ പോലെ ആയിരിക്കണം. അതിനും കേൾക്കുക മാത്രമല്ല, അങ്ങനെ തന്നെയാണോ എന്ന് വീട്ടിൽ ഇരുന്ന് പരിശോധിക്കുകയും കൂടെ ചെയ്യണം. സ്തോത്രം. തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ബെരോവയിലുള്ളവർ മിടുക്കരായിരുന്നു. പത്തനാപുരത്തുള്ളവർ അങ്ങനെ ആദ്യം വിചാരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ പരിശോധിക്കുന്നത്. കാണാത്ത കേൾക്കാത്ത കാര്യമൊന്നുമില്ലെങ്കിൽ ഒരു വിഷയത്തോടനുബന്ധിച്ച് വരുമ്പോൾ അത് ചേർന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല നിങ്ങൾ കാണാത്ത വാക്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം യെഹെസ്കേൽ 47:12 വെളിപ്പാട് 22:2 എഴുതിയിരിക്കുന്നത് അതിന്റെ ഇല രോഗശാന്തിക്ക് ഉതകും. ഇല്ലേ? കണ്ടല്ലോ ആരെങ്കിലും ഒക്കെ? സ്തോത്രം. അപ്പൊ ഇല രോഗശാന്തിക്ക് ഉതകുമെങ്കിൽ രോഗശാന്തി കൃപാവരത്തിൽപ്പെട്ട ഒന്നല്ലേ? ഞാൻ പറയുന്ന അർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. എന്നോട് നിങ്ങൾ ഇങ്ങനത്തെ ചിന്ത കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും. ഇല രോഗശാന്തി ആണെങ്കിൽ കൃപാവരങ്ങളെല്ലാം ഇലകളാണ്. എന്തിന്റെ? ഒരു വൃക്ഷത്തിന്റെ. അപ്പൊ ഇല കിട്ടാൻ വേണ്ടിയാണോ മരം നട്ടേക്കുന്നത്? അതിനുവേണ്ടി മാത്രം ആരെങ്കിലും മരം നടാറുണ്ടോ? സഹോദരിമാര് പറയും ഉണ്ടെന്ന് പറയും. കരിയാപ്പല അത് കുറച്ച് മീൻകറിക്കകത്തിട്ടു. ദൈവത്തിന്റെ സ്തോത്രം. ഇല കിട്ടാൻ വേണ്ടിയിട്ടല്ല വൃക്ഷം നടുന്നത്, ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ അതിന്റെ സത്യം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ ഇല രോഗശാന്തി, ഭൂതശാന്തി, കൃപാവരങ്ങളെല്ലാം ഇലകളാണ് എന്ന് ചിന്തിച്ചാൽ ഫലങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുക. സ്തോത്രം. അപ്പൊ കായ്കൾ ഇലകളിൽപ്പെട്ടതല്ല. അത് മറ്റൊരു കഴിക്കാൻ വേണ്ടി വിത്ത് ഉള്ളടക്കം ചെയ്ത് അതിന് തലമുറയും കൂടെ ഉണ്ടാകത്തക്ക നിലയിൽ സംവിധാനം ചെയ്ത ഫലമാണ് അതിന്റെ കായ് എന്ന് പറയുന്നത്. ഇലയല്ല. സ്തോത്രം. അപ്പൊ ഇല വേറെ, കാ വേറെ. ഒരു മരത്തിന് എന്തൊക്കെ വേണം? ഇലയും വേണം, കായും വേണം. ദൈവസഭയ്ക്ക് വരങ്ങളും വേണം, ഫലങ്ങളും വേണം. പക്ഷെ ഫലങ്ങളെ കുറിച്ച് പ്രസംഗിക്കാറുമില്ല, പഠിപ്പിക്കാറുമില്ല. 90% ആരും ചെയ്യുന്നില്ലെന്നല്ല, ഒരു ഭൂരിപക്ഷവും കൃപാവരം ഇളക്കി എന്റെ ഭാഷ ഞാൻ പറഞ്ഞോട്ടെ. പെന്തക്കോസ്തുകാരുടെ നടുവിന് വേദനയും മുട്ടിന് വേദനയും മാറിയിട്ട് രോഗശാന്തി ശുശ്രൂഷ നിൽക്കാൻ പോകുന്നില്ല.
പുറത്തുള്ളവർ സൗഖ്യമാകാനും പോകുന്നില്ല. കാര്യം ഇതിനകത്തുള്ളവരുടെ പ്രാർത്ഥിച്ച് തീർന്നിട്ട് വേണമല്ലോ പുറത്തു പോയി പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, എല്ലാ കൃപാവരങ്ങളും ആത്മീക വർധനവിനും സഭ വളരുന്നതിനും ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നതിനുമാണ്. നമ്മുടെ മുട്ടിന് വേദനയ്ക്ക് വേണ്ടി മാത്രം ആയുസ് മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല. വേദന വരുമ്പോൾ പ്രാർത്ഥിച്ചു, അതിന് വിരോധമല്ല. എനിക്കും ശരീരത്തിൽ അസുഖമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വരങ്ങളെക്കാൾ കൂടുതൽ ഫലത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എങ്കിൽ ഫലങ്ങൾ ഭുജിക്കാൻ ആരെല്ലാം വരും? ഇല പറിക്കാൻ ആര് വരും? സ്തോത്രം ചെയ്യുന്നു. ഇല എത്ര പേർക്ക് വേണം? എന്നാ ഫലം ആർക്കാ വേണ്ടാത്തത്? ഞാനിവിടെ ഇപ്പം പല സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്തു. കഴിഞ്ഞ മാസം ന്യൂയോർക്കിൽ താമസിച്ച വീട്ടില് ഞങ്ങൾ സന്ധ്യക്ക് മീറ്റിംഗ് ഇല്ലാത്ത ദിവസം വീട്ടുകാരെന്നെ കൊണ്ട് നടക്കാം. അപ്പൊ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ആപ്പിള് മരുന്ന് അറിഞ്ഞ് കായ്ച്ച് കിടക്കുക. നമ്മൾ ഈ കടക്കകത്ത് കൊട്ടക്കകത്ത് 3 വില ഇരിക്കുന്നത് കണ്ടിട്ടുള്ളേ. ഈ മരത്തേല് കണ്ടിട്ട് എനിക്ക് പറിക്കാനായിട്ട് എൻ്റെ കൈ അങ്ങ് നീളുവാ. ഒരു പറഞ്ഞു, അയ്യോ ചെയ്യരുതേ, ക്യാമറ വെച്ചിട്ടുണ്ട് വിട്ടുവാതുക്കൽ. റോഡിന്റെ ലെവലിൽ നടന്നു പോകുമ്പോൾ തന്നെ ലൈറ്റ് കത്തും, ഓട്ടോമാറ്റിക്. നമുക്ക് ആർക്കും കയറി പറിക്കാനൊക്കെ തന്നെ പറിച്ചാൽ അവർ തല്ലിക്കൊല്ലത്തൊന്നും ഇല്ലെങ്കിലും. സ്തോത്രം. അപ്പം ഫലമുള്ള ഒരു മരത്തെ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഒരു ഫലം കണ്ടാൽ ആരാണ് പറിക്കാനെന്ന് കൈ നീട്ടാത്തത്? അത് ആപ്പിൾ മരം ആണെന്നറിഞ്ഞത് അങ്ങനെ. ലോകത്തിൽ ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളുണ്ട്. നമുക്ക് എത്ര വൃക്ഷത്തെ ചുമ്മാ നിന്നാൽ കണ്ടാൽ അറിയാം. നമുക്ക് പേരെ അറിയാം, ജാമ്പ അറിയാം, പിന്നെ കൊന്ന അറിയാം, കമ്മ്യൂണിസ്റ്റ് കാർഡ് അറിയാം. സ്തോത്രം. ഫലമുള്ള എത്ര മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, എത്ര എണ്ണം കണ്ടിട്ടുണ്ട്? ഫലം കിടക്കുന്നത് കണ്ടാലല്ലേ അത് ഇന്നതെന്നറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിലൊരു ഫലമില്ലാതെ നമ്മൾ ആരാണെന്ന് എത്ര പ്രസംഗിച്ചാലും ജനത്തിന് മനസ്സിലാകുമോ? ഫലമൊന്ന് കായ്ച്ചു തുടങ്ങിക്കേ. സ്തോത്രം. ആളുകൾ അത് ആവശ്യപ്പെടും. വില കൊടുത്ത് മേടിക്കാൻ തയ്യാറാ, കൈനീട്ടി പറിക്കാൻ തയ്യാറാ, കട്ടുകൊണ്ട് പോകാൻ തയ്യാറാ. എല്ലാ നിലയിലും ഫലം ആളുകൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ആ നിലകളിൽ ദൈവത്തിനൊന്ന് പ്രസാദവും പ്രയോജനവുമായി തീരാൻ നമ്മൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലോ, സ്തോത്രം, അവിടെ വായിക്കുന്നത് 3:8 തോന്നുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ പ്രസംഗം തുടങ്ങുന്നത്. യേശു അത് തന്നെ പറഞ്ഞാ വന്നത്. 3:10 ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ എന്തുവാ? തേൻകൂടല്ല, കോടാലി. സ്തോത്രം. അപ്പോ കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ളത് എത്ര ഗൗരവമാണെന്ന് ചിന്തിക്കണം. ഇനി നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ പുറകോട്ടൊന്ന് പോയി മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിലോട്ട് വരാമെങ്കിൽ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയും അഹങ്കാരികളെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പം യഹൂദനാകുന്ന അത്തി, മുന്തിരിയോടും ഒലിവിനോടും അത്തിയോടും ഉപമിച്ച യഹൂദന്റെ 3 വശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ടും അത്തിയായിട്ടാണ് ചിന്തിക്കുന്നത്. ആത്മീയമായിട്ട് സ്തോത്രം ചിന്തിക്കാൻ അവിടെ 2-3 ഉപമകളുണ്ട്. അതിൽ സ്തോത്രം ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. ഹല്ലേലൂയ. ദൈവം പ്രതീക്ഷിച്ച ഒരു ഫലവും ദൈവത്തിന് കൊടുക്കാതെ, മലാക്കി പ്രവചനം 4 അധ്യായം മാത്രം വായിച്ചാൽ ഓടി ഓടി നമുക്ക് തരുന്ന ഓരോ ചിന്തയുണ്ട്. 1, 2, 3, 4 അധ്യായങ്ങളില് നിങ്ങളുടെ യൗവനക്കാരായിരിക്കുന്ന ഭാര്യമാരോട് അവിശ്വസ്തത കാണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വഴിപാട് നിന്ദിക്കുന്നു. പൊട്ടിയതിനെയും മുറിഞ്ഞതിനെയും കുരുട് പിടിച്ച മൃഗങ്ങളെയും കൊണ്ട് യാഗം കഴിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾ നന്നായിട്ടെല്ലാം ചെയ്തേച്ച് വരുവാണെന്ന് അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ള വഴിപാടുകളും യാഗങ്ങളും നിന്ദിച്ചു. ദൈവം മടുത്തു. പ്രവാചകന്മാരെ അയച്ചും പ്രവചിപ്പിച്ചും മടുത്തപ്പോൾ മലാഖിയോട് പറഞ്ഞു, നീ ചെന്നേച്ച് പറ, ഇനി ഈ അഹങ്കാരികൾക്ക് ചൂള പോലെ കത്തുന്ന ഒരു ദിവസമേ ഉള്ളൂ. ഒരു വൃക്ഷത്തോട് ഉപമിച്ച് പറഞ്ഞു, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ കത്തിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പുള്ളി ഇത് പറഞ്ഞേച്ച് പുസ്തകം അടച്ചു, വായു അടച്ചു, പരിപാടി നിർത്തിപ്പോയി.
പിന്നെ തമ്പുരാൻ ദീർഘവർഷങ്ങൾ ചരിത്രത്തിൽ ഇടപെട്ടിട്ടില്ല. എത്ര കാലമെന്നറിയാവോ? 400 വർഷം. നിങ്ങളൊരു ആത്മീക യോഗത്തിന് പോയിട്ട് നിങ്ങളുടെ നേരെ ഒരു ദൈവശബ്ദം ഉണ്ടായില്ലെങ്കിൽ, ഒരു ദൂത് വെളിപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളോട് ദൈവം ഇടപെടുന്നതിന്റെ ഒരു സ്പർശനം നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ, ആ യോഗം കഴിഞ്ഞ് പോകുന്നത് എത്ര നിരാശയോടായിരിക്കും. അത് ഒരാഴ്ചത്തെ യോഗത്തിൽ അങ്ങനെ ഉണ്ടായാലോ? 21 ദിവസത്തെ പ്രാർത്ഥനയിലും അങ്ങനെ തന്നെ ഉണ്ടായാലോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 400 കൊല്ലം ദൈവം മിണ്ടാത്ത, ഇടപെടാത്ത ഒരു കാലയളവെന്ന് പറഞ്ഞാൽ അതെന്നാ ഭീകരതയാ. വേദപണ്ഡിതന്മാർ ഈ കാലഘട്ടത്തെ ഇരുണ്ട യുഗമെന്നാ വിളിക്കുന്നത്. ഡാർക്ക് ഏജസ്, ഇന്റർ ടെസ്റ്റമെന്റൽ പീരിയഡ് എന്ന് പറയുന്നു. ഈ ദീർഘ 400 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഒരാളെ കൂടെ അയച്ചു. 400 കൊല്ലം കഴിഞ്ഞപ്പോ. അതിന്റെ ഇടയ്ക്ക് ഒരു രസവും കൂടെ ഉണ്ട്. ഞാന് മലാക്കി പ്രവചനത്തിനും മത്തായിയുടെ സുവിശേഷത്തിനും ഇടയ്ക്ക് എന്നാന്ന് ഒരിടത്തൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരാൾ രസകരമായ ഒരു ഉത്തരം പറഞ്ഞു. ഇതിനകത്തൂടെ ആയതുകൊണ്ട് നിങ്ങളോട് ഞാൻ നേരിട്ട് ചോദിക്കുന്നില്ല, മനസ്സിൽ കരുതിയാൽ മതി. മലാക്കി പ്രവചനത്തിനും മത്തായിയുടെ ഇടയ്ക്ക് എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു വെള്ളപ്പേപ്പറാണ്. പിടി കിട്ടിയോ? മലാക്കിക്കും മത്തായിക്കും ഇടയിൽ പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്ന ഒരു വെള്ളപ്പേപ്പർ ഉണ്ടെന്ന്. 400 കൊല്ലത്തെ ഇടവേളയാണ് അവിടുത്തെ ഒരു വിഷയം. ഇരുണ്ട കാലഘട്ടം, ദൈവം മൗനമായ, ദൈവം സംസാരിക്കാത്ത. അപ്പോഴുണ്ടായ സംഭവങ്ങൾ അറിയാമോ? ഈ 400 കൊല്ലത്തിനിടയ്ക്കാണ് ഈ പരീശന്മാരുണ്ടായത്. അതിനു മുമ്പൊന്നും പരീശന്മാരെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നില്ല, വളരെ അപൂർവമാണ്. ഇവര് യഹൂദ മതത്തെ നിലനിർത്താനായിട്ട് ദൈവം ഇടപെടാതെ വന്നപ്പോൾ ഭക്തന്മാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സാധൂക്യര്. ദൈവമില്ല, ആത്മാവില്ല, ദൂതനില്ല, വെളിപ്പാടില്ലെന്ന് പറയുന്ന സാധൂക്യര്. സാധൂക്ക് മഹാപുരോഹിതന്റെ നേതൃത്വത്തില് സന്നിധി സംഘം, യഹൂദ മതത്തിന്റെ നടത്തിപ്പിന് വേണ്ടി 72 അംഗ കോടതി, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. വേറെ പലതും ഉണ്ട് ചരിത്രത്തിൽ. ഇതല്ല ഈ 400 കൊല്ലത്തിനിടയിൽ ഉണ്ടായത്. ദൈവം നടത്താതെ വന്നപ്പോ തന്നെത്താൻ നടത്താൻ ഉണ്ടാക്കിയത് ഇവരിതെല്ലാം. അതെല്ലാം പരാജയമായിരുന്നു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് കൂടിയെന്നല്ല, അതുകൊണ്ട് വേറെ ഗുണമൊന്നും ചെയ്തതായിട്ട് തെളിവൊന്നുമില്ല. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കിയിട്ട് അകം ചീഞ്ഞിരിക്കാൻ നാണമില്ലാത്ത പരീശന്മാരും, സന്നിധി സംഘത്തിന്റെ കോടതി കൂടിയിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി തയ്യാറായതല്ലാതെ, ഒരു കുറ്റമില്ലാത്തവനെ പിടിച്ച് ക്രൂശിച്ചതല്ലാതെ ഈ സന്നിധി സംഘം കൊണ്ട് സ്വത്രം അവർക്ക് വേറെ നേട്ടങ്ങളൊന്നും കൈവരിച്ചതായിട്ടും ചരിത്രത്തിൽ വായിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ദൈവം കൈവിട്ട കാലത്തെ പദ്ധതികളാണ് ഇവരുടെ എല്ലാം പരിപാടികൾ. ഇത് കഴിഞ്ഞപ്പോൾ ദൈവം ഏറ്റവും ഒടുവിലായിട്ട് യോഹന്നാൻ സ്നാപകനെ അയച്ചു, ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ പ്രവാചകൻ. പുള്ളി വന്നപ്പോഴത്തും പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ മത്തായി 3:8 ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാൻ കോടാലി വെച്ചേക്കുന്നു. മലാക്കി ആ മരത്തെ കത്തിക്കുമെന്ന് പറഞ്ഞ് അവസാനിച്ചപ്പോൾ ആ മരത്തെ വെട്ടി തീയിലിടാൻ വേണ്ടി അടുത്തയാളത് കോടാലിയും കൊണ്ട് വന്നിരിക്കുക. അപ്പൊ കൊല്ലം 400 കഴിഞ്ഞാലും ശ്രദ്ധിച്ചോണം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം ദൂത് മാറ്റത്തില്ല. സഭ എത്ര മാറിപ്പോയാലും, ദേശം എത്ര മാറിപ്പോയാലും, പ്രസ്ഥാനം എത്ര മാറിപ്പോയാലും, മാനസാന്തരപ്പെടാത്തവൻ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ബാക്കി ദൂത് അന്ന് അവിടുന്ന് കിട്ടും. ഇവിടെ തീ കത്തിക്കാനാ തുടങ്ങുന്നെങ്കിൽ അവിടെ കോടാലിയും കൊണ്ട് ഒരാൾ നിൽക്കുക. നമ്മൾ മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ഒരു ഉപാധിയും കൊണ്ട് സഭയുടെ പേര് മാറിയോ സ്ഥലത്തിന്റെ പേര് മാറിയോ ഒന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. താൻ സൃഷ്ടിച്ച മനുഷ്യരും ഒക്കെ തിരിച്ചറിയാൻ അവൻ അവരുടെ കൈക്ക് മുദ്രയിട്ടിട്ടുണ്ട്. എല്ലാ വിരലടയാളവും സ്വർഗത്തിലുണ്ട്. എല്ലാവരും വ്യത്യസ്തരാണ്, ശരിക്കും തിരിച്ചറിയണം. ഒരു പ്രസ്ഥാനത്തിന്റെയും പേര് മാറി ഒന്നും നിലനിന്ന് പോകാമെന്ന് വിചാരിക്കേണ്ട. ഏറിയ മാറിയത് കൊണ്ടൊന്നും പാപം മൂടപ്പെടത്തില്ല. നാം മാനസാന്തരപ്പെട്ടേ പറ്റൂ. പോരാ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലവും കൂടെ കായ്ക്കണം. അപ്പൊ ഈ ഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്തോത്രം. ഫലത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഇത് ഇവിടെ എളുപ്പം തീരുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ സമയമാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ ഒന്ന് സിഗ്നൽ തന്നാൽ ഉപകാരമാണ്. കാര്യം ഇത് പറഞ്ഞു പോയാൽ ഇങ്ങനെ ചിലപ്പോൾ അങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഫലത്തെ സംബന്ധിച്ച് ജീവിതത്തിന്റെ 3 വശങ്ങളിൽ ഈ ഫലം ഉണ്ടാകണം. 3 ഫലങ്ങൾ വീതം 9 ഫലങ്ങളെ 3ആയി തിരിക്കാം. ഒന്ന്, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ,
സംസാരിക്കുന്ന വരങ്ങൾ, 2 വെളിപ്പാടിന്റെ വരങ്ങൾ, 3 ശക്തിയുടെ വരങ്ങൾ. 1 സംസാരിക്കുന്ന വരങ്ങൾ, 2 വെളിപ്പാടിന്റെ വരങ്ങൾ, 3 ശക്തിയുടെ വരങ്ങൾ. അങ്ങനെ 9 കൃപാവരങ്ങളെ 3 ഭാഗമായി തരംതിരിച്ചു പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. സംസാരിക്കുന്ന വരവെന്ന് പറഞ്ഞാൽ പ്രവചനവും അന്യഭാഷയും വ്യാഖ്യാനവുമാണ്. പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം, ഇത് വരങ്ങളാണ്. സ്തോത്രം. വെളിപ്പാടിന്റെ വരവെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിവേചനത്തിന്റെ ആത്മാവ്. ആദ്യത്തേത് പ്രൊഫറ്റിക്, അതർ ടങ്, ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമത്തേത് വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം, ഡിസൈനിങ് സ്പിരിറ്റ്. മൂന്നാമത് ശക്തിയുടെ വരങ്ങൾ, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തി, ഫെയ്ത്ത്, ഹീലിങ്സ്, മിറക്കിൾസ്. ഇങ്ങനെ വരങ്ങളെ 3ആയി തിരിച്ച് 3 വീതം പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫലങ്ങളെയും 3ആയി തിരിച്ച് 3 വീതം എടുക്കാം. ഫലങ്ങൾ ഈ പറഞ്ഞതിനകത്ത്, സ്തോത്രം, സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് എന്നിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. അവരവരിൽ തന്നെ കായ്ക്കേണ്ട 3 ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. എൻ്റെ അകത്ത് സമാധാനം ഇല്ലെങ്കിൽ വേറൊരുത്തിന് കൊടുക്കാനൊക്കത്തില്ല. എനിക്ക് തന്നെ സ്നേഹമില്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. സമാധാനവും അങ്ങനെ തന്നെയാണ്. അപ്പം എന്നിൽ തന്നെ, അവരവരിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് ഈ 3 ഫലങ്ങൾ. അടുത്തത് അയൽക്കാരോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ് 3 ഫലങ്ങൾ. ദീർഘക്ഷമ, ദയ, പരോപകാരം. അത് മറ്റുള്ളവരോട് കാണിക്കേണ്ടതാണ്. ദീർഘക്ഷമ, ദയ, പരോപകാരം. ഈ 3 ഫലങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പ്രധാനമായിട്ടും വെളിപ്പെടേണ്ടതാണ്. പിന്നെ മൂന്നാമത്തേത്, ഒരു ക്രിസ്ത്യാനിയുടെ നടപ്പ് അല്ലെങ്കിൽ ജീവിതം സംബന്ധിച്ച് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇത് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വെളിപ്പെടേണ്ടതാണ്. ഇത് 9 എന്നിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. അത് 3നെ 3 വീതം 3 വശങ്ങളാക്കി വെളിപ്പെടുത്തേണ്ട രംഗത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മളിൽ തന്നെ വെളിപ്പെടേണ്ടതാണ്. എന്നിൽ തന്നെയാണ് കായ്ക്കേണ്ടത് എന്ന കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ 9 ഫലങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മളിൽ ഒരു യേശു രൂപപ്പെടുന്നത്. പൂർണ്ണമായും യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 9 ഫലവും ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. എന്നാൽ 9 വരം 9 പേരിലുണ്ടായിരിക്കണം. വരങ്ങൾ വ്യത്യസ്ത ആളുകളിലും ഫലം ഒരാളിലും നിറയപ്പെടണമെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം അതിനെ ബഹുവചനത്തിലും ഇതിനെ ഏകവചനത്തിലും അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയണം. വരങ്ങൾ ഒത്തിരി ആളുകളിലുണ്ട്. ഫലങ്ങൾ അങ്ങനെയുള്ള പലരിലും തപ്പിയാൽ കാണാൻ വിഷമമാണ്. വ്യക്തിപരമായ അതിശയമല്ല ഞാൻ പറയുന്നത്. നമ്മളെ തന്നെ അങ്ങ് വിവേചിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് എടുത്തു പറയാം. 1 ശമൂവേൽ 19 അധ്യായത്തിന്റെ 23, 24 വാക്യത്തിലും 20 അധ്യായത്തിന്റെ 1 വാക്യത്തിലും നമ്മൾ വായിച്ചാൽ, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരിക്കുന്ന ശൗല്, സ്തോത്രം, ഹല്ലേലൂയ, ദാവീദിനെ കൊല്ലാനായിട്ട് കുന്തവും കൊണ്ട് നടക്കുക. അങ്ങനെ തപ്പി നടന്നതിന്റെ ഇടയിൽ നെയ്യോത്തിൽ ശമൂവേൽ പ്രവാചകന്റെ അടുക്കൽ ദാവീദ് എത്തിയിട്ടുണ്ടെന്ന് ആരാണ്ട് ഒരു ന്യൂസ് കൊടുത്തു. എന്നാ പിന്നെ അവിടെ ഇട്ട് പിടിക്കാം എന്നും പറഞ്ഞ് പുള്ളി കുന്തവുമായിട്ട് അങ്ങോട്ട് വെച്ച് വിട്ട് പാഞ്ഞു പോയി. അപ്പൊ അവിടെ ശമൂവേൽ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കൂട്ടം ആളുകൾ ശക്തമായി പ്രവചിക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് അവരിൽ വ്യാപരിച്ച് പ്രവചനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശമൂവേൽ നടത്തുന്ന ഈ പ്രവചന ശുശ്രൂഷ സമ്മേളനത്തിൽ ശൗൽ അറിയാതെ അടുക്ക ചെന്നപ്പോഴത്തേനും ഈ ആത്മാവ് അവന്റെ മേലും വ്യാപരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് പച്ചയ്ക്ക് നമുക്കറിയാം. പ്രവചിച്ച് വസ്ത്രം പോലും നഷ്ടപ്പെട്ടു പുള്ളി നഗ്നനായി കിടന്ന് പ്രവചിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ നിലയിൽ ആത്മപ്രവാഹം അവന്റെ മേൽ വന്നു. അപ്പൊ വായിൽ ഭയങ്കര പ്രവചനം. പുള്ളിയുടെ കയ്യിലോട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ, എന്തോ ഇരിപ്പുണ്ട്? കുന്തം ഇരിപ്പുണ്ട്. ദാവീദിനെ കിട്ടിയ ഇപ്പൊ കാച്ചും.
അപ്പൊ വായിൽ വരവും കയ്യിൽ കുന്തവുമായിട്ട് ഫലമില്ലാത്ത വരങ്ങളുള്ള ഒരു സൗലിനെ നമ്മൾ കാണുമ്പോൾ ഫലവും വരവും തമ്മിലുള്ള തിരിച്ചറിവുണ്ടാകണം. വരം എവിടെയാണ് പ്രയോജനപ്പെടേണ്ടത്, ഫലം എവിടെയാണ് പ്രയോജനപ്പെടേണ്ടത്? അപ്പൊ കിട്ടിയാൽ ഇപ്പൊ കൊല്ലും, കൊലപാതകമാണ് മനസ്സിലും കയ്യിലും. നാക്കേ പ്രവചനവും. ഈ ശുശ്രൂഷ യോഗ്യമല്ല. ശൗൽ സ്വന്തം കുന്തത്തേൽ അവസാനം വീണ് മരിച്ചെന്നാണ്, വാളയിൽ വീണ് മരിച്ചെന്നാണ് വായിക്കുന്നത്. അപ്പൊ കയ്യിലിരിപ്പ് എന്താ, അതായിരിക്കും ആത്യന്തിക ഫലം എന്ന് പറയുന്നത്. നാക്കയിലിരിപ്പല്ല, ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. അവിടെ നല്ല ഇത് വന്നത്. ദാവീദിനെ രക്ഷിക്കാനായിട്ട് അവിടെ അങ്ങനെ സംഭവം ദൈവം ചെയ്തതാണ്. ഇവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല. അപ്പം വരങ്ങളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്നെങ്കിലും കുറഞ്ഞ പക്ഷം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഫലം കായ്ക്കണം. മൈക്കിന്റെ മുമ്പിലും സഭാകളിലും ഒന്നും അല്ല ഫലം കായ്ക്കേണ്ടത്. അയ്യോ, അന്നേരം ഭയങ്കര ഫലമാണ്. സ്തോത്രം. എന്തോ ഒരു കത്തലാന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, പോരാട്ടങ്ങളിൽ, വെല്ലുവിളികളിൽ ആണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്. ഭൂരിപക്ഷം മരങ്ങൾ കായ്ക്കുന്നത് നല്ല വേനൽക്കാലത്താണ്, നമുക്കറിയാം. അപൂർവം ചിലത് മഴക്കാലത്തും പ്രളയ സന്ദർഭങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പൊ ചൂടേറുന്ന അന്തരീക്ഷത്തിൽ കൊടുക്കേണ്ട ഫലങ്ങളുണ്ട്. എവിടാ? വീട്ടിൽ ചൂടാകുമ്പം, സഭയിൽ ചൂടാകുമ്പം, കുടുംബത്തിൽ ചൂടാകുമ്പോഴൊക്കെയാണ് ചില ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. അത് മറ്റുള്ളവർക്ക് ആശ്വാസമാകണം. പിന്നെ പ്രളയം വരുമ്പം കായ്ക്കേണ്ട ചില കായ്കളുണ്ട്. അത് വീട്ടിലും സഭയിലും ഒക്കെ ചിലപ്പോൾ പ്രളയം ഉണ്ടാകും. മഴ പെയ്യുമ്പോഴത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ ആ കാലത്ത് കായ്ക്കണം. അപ്പൊ സീസൺ അനുസരിച്ച് നമ്മളിൽ നിന്ന് വെളിപ്പെടണം. എവിടെ എപ്പോ പ്രശ്നമുണ്ടോ, അതാ കർത്താവ് പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇടി വെട്ടുമ്പോൾ കൂണ് മുളയ്ക്കുന്നത് പോലെ സമാധാനം ഉണ്ടാകത്തില്ല, വേണേ ഉണ്ടാക്കണം. അതിനിപ്പോ സംവിധാനം ഉണ്ടല്ലോ. പണ്ടൊക്കെ ഇടി വെട്ടുന്ന ഒരു കൊല്ലം കാത്തിരിക്കണമായിരുന്നു 2 കൂണ് തിന്നണമെങ്കിൽ. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ സൗകര്യമുള്ളപ്പോൾ ഉണ്ടാക്കി തിന്നാനുള്ള സംവിധാനം ഉണ്ട്. വഴിയിലെല്ലാം എല്ലാ ദിവസവും കച്ചവടവും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ഉണ്ടാകുകയല്ല, സമാധാനം ഉണ്ടാക്കണം എന്ന പ്രശ്നം ഉണ്ടാക്കുവല്ല, ഉണ്ടാക്കിയില്ലെങ്കിലും അത് ഉണ്ടാകും. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചാൽ, നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാകേണ്ടത്. അപ്പം ഞാൻ ആരാ, നീ ആരാ എന്നറിയണമെങ്കിൽ ചില പ്രശ്നം ചിലപ്പോൾ ഉണ്ടാകണം. അത് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സ്തോത്രം, പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കിയാൽ കഴുത്തെ കല്ല് കെട്ടി കടലിൽ താത്തേക്കാനാണ് പറഞ്ഞേക്കുന്നത്, തിരികല്ല് കെട്ടി. സ്തോത്രം. അപ്പൊ അതല്ല ദൈവത്തിന്റെ വ്യവസ്ഥ. സമാധാനം ഉണ്ടാക്കി പ്രളയത്തിൽ, ചൂടേറിയ അന്തരീക്ഷത്തിൽ നമ്മൾ നല്ല ഫലം കായ്ക്കണം. ആ ഫലം കായ്ക്കുന്നതിലൂടെയാണ് ആ പ്രശ്നമുള്ള കുടുംബത്തിൽ, ആ പ്രശ്നമുള്ള സഭയിൽ, ആ പ്രശ്നമുള്ള ദേശത്ത് ഞാനും നിങ്ങളും ആരാണെന്ന് വെളിപ്പെടുത്തി കർത്താവിനെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നതും മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നതുമായ ഫലമാണത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് 9 ഫലങ്ങളെ കുറിച്ച്, ഈ എഴുതിയിരിക്കുന്ന 9 ഫലങ്ങളെ കുറിച്ച് സാമാന്യ ഒരു വിശദീകരണം തരണമെങ്കിൽ 177 വാക്യങ്ങളുടെ പിൻബലത്തോടെ വിശദീകരിക്കണം. അത് 25-30 മണിക്കൂർ ക്ലാസ്സാണ്. എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെ 1/4 മണിക്കൂറുണ്ടെന്നും പറയാനൊക്കത്തില്ല. അത് അത്ര വിപുലമായൊരു വിഷയമാണ്. 177ഓളം വാക്യങ്ങൾ ഈ 9 ഫലങ്ങൾ എങ്ങനെ കായ്ക്കണം, എപ്പോൾ കായ്ക്കണം, എവിടെ കായ്ക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ബൈബിളിലുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഈ വാക്യ മത്സരത്തിന് ഇത് കാണാതെ പറഞ്ഞു വെച്ച് സമ്മാനവും മേടിച്ചോണ്ട് 15 രൂപയുടെ ഓട്ട് കിട്ടണം മേടിച്ചോണ്ട് വീട്ടിൽ പോകുമ്പോൾ ഓർക്കണം, ഇത് അവിടെയും ഒതുങ്ങുന്ന സാധനമൊന്നുമല്ല. സ്വോത്രം, കപ്പും സ്വോത്രയിലും ഒന്നുമല്ല ഇത് തീരുന്നത്. ഇത് ജീവിതത്തിന്റെ ഭയങ്കരമായ ഒരു മേഖലയെ ചിത്രീകരിക്കുന്ന, ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന, യേശുവിനെ ജീവിതത്തിൽ ഉയർത്തുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ ഭാവമൊക്കെ വായിക്കുമ്പോൾ വളരെ ധ്യാനത്തോടെ അതിലേക്ക് നീങ്ങാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിരന്തരമായ അനുഗ്രഹമാരി നമ്മുടെ മേൽ ചൊരിയുന്നത്. ഇപ്പോൾ നാട്ടിലെ ഭാഷ പറഞ്ഞ അനുഗ്രഹമാരിയാണ്, വചനമാരിയാണ്, ആശിഷമാരിയാണ്. അങ്ങനെ വിവിധ നിലയിലുള്ള ആത്മമാരി നമ്മുടെ ഇടയിൽ പെയ്തുകൊണ്ടിരിക്കുക. ഈ മാരി എല്ലാം പെയ്ത് ഈ വചനമെല്ലാം നമ്മുടെ മേൽ തരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഫലം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച. പക്ഷെ പലരും എബ്രായ ലേഖനം 6-ാം അധ്യായം പറയുന്നത് പോലെ പെയ്ത മഴയെല്ലാം കുടിച്ചിട്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചുകൊണ്ടിരിക്കുക.
അതിന്റെ അവസാനം എന്നാന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. പെയ്ത മഴ മുഴുവൻ കുടിച്ചിട്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതിന്റെ അവസാനം ചുട്ടുകളയത്രേ. അപ്പൊ അതിലേക്ക് പോകരുത്. അതാണ് മലാഖിയെ കൊണ്ട് പറയിപ്പിച്ചത്. ഈ കണ്ട കാലം മുഴുവൻ പ്രവാചകന്മാരെ അയച്ച് നിങ്ങളോട് കരുണ കാണിച്ച് അന്യരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് വിടിവെച്ച് എല്ലാ സംരക്ഷണവും തന്ന് നിങ്ങളെ പാലിച്ചിട്ട് നിങ്ങൾ ഫലം കായ്ക്കുന്നില്ല, വേരും കൊമ്പും ശേഷിപ്പിക്കാതെ കത്തിക്കും. അത് മാറ്റിയിട്ടില്ല. പുതിയ നിയമത്തിലും അത് തന്നെയാ പറയുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പ്രതീക്ഷിക്കുന്ന ഫലം കൊടുത്തില്ലെങ്കിൽ ചുട്ടുകളയും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അറിയാൻ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തമാശല്ല ഇത്. അപ്പൊ ഫലത്തിന് എന്ത് പ്രാധാന്യം ഉണ്ടായിരിക്കണം? നമ്മളിൽ നിന്ന് എന്ത് ഫലമാണ് ഇതുവരെ വന്നിരിക്കുന്നത്? വീട്ടിൽ വരുന്ന ഉപദേശിക്കോ അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് മറ്റെവിടെയെങ്കിലും ആവശ്യമുണ്ടെന്ന് കേട്ടാൽ ഒരു സ്വോത്ര കാഴ്ച കൊടുത്താൽ ഫലമാകുമോ? അത് ചെയ്യേണ്ട കാര്യമാ. അതല്ല യഥാർത്ഥ ഫലം. സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? സന്തോഷം എവിടെയാണ്? 1-2 പോയിന്റുകൾ, ഈ 1-2 കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകാം, അതിനെ സമയമുള്ളൂ. സ്തോത്രം. സ്നേഹം. ആർക്കാരോടാ സ്നേഹം? ആലോചിച്ച് നോക്കിക്കേ. സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം എന്താ? സ്നേഹിച്ച് കല്യാണം കഴിച്ചു. സാധാരണ കേൾക്കുന്ന ഒരു കാര്യം. ഈയിടയിൽ അതങ്ങ് കൂടി വരുക. സ്നേഹിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് വാസവതി? അതോ ജഡത്തോട് പ്രിയം തോന്നിയിട്ടാണോ? സ്നേഹിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ പിരിയാൻ പറ്റും 3-ാം ദിവസം? അല്ല, 30 കൊല്ലമായാലും എങ്ങനെ പിരിയാൻ പറ്റും? അത്യാവശ്യം കഴിയുമ്പം പിരിയുന്നതിന്റെ പേരാണോ സ്നേഹം? അതിന് ഈറോസ് എന്നാ മൂലഭാഷ പറയുന്നത്. ഈറോസ് ജഡത്തിന്റെ സ്നേഹം. ഫീലിയോ നിയമപ്രകാരമുള്ള സ്നേഹം. ഫീലിയോ സഹോദര സ്നേഹം. അഗാപ്പെ ദൈവസ്നേഹം. ദൈവസ്നേഹം മാറിയില്ല. ഗുണം കണ്ടല്ല അത് സ്നേഹിച്ചത്, സൗന്ദര്യം കണ്ടല്ല സ്നേഹിച്ചത്. നാം പാപികളായിരുന്നപ്പോൾ, റോമാലേഖനം 5-ാം അധ്യായം പറയുന്നത്, നാം അഭക്തരായിരുന്നപ്പോൾ, നാം കോപത്തിന്റെ മക്കളായിരുന്നപ്പോൾ, നാം അനുസരണം കെട്ടവരായിരുന്നപ്പോൾ, യോഹന്നാന്റെ ലേഖന ഭാഷയിൽ പറഞ്ഞ നാം പിശാചിന്റെ മക്കളായിരുന്നപ്പോൾ, പാപത്തിന്റെ അടിമകളായിരുന്നപ്പോൾ, ഒരു യോഗ്യതയും നമ്മിൽ ഇല്ലാതിരുന്നപ്പോൾ അതിര് വിട്ട് നമ്മെ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ മറ്റൊരർത്ഥം നഷ്ടം സഹിക്കുക എന്ന. സ്വന്തം പുത്രനെ ക്രൂശിൽ കിടന്ന് എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പരസ്യമായി കൈവിട്ട് നമ്മെ രക്ഷിക്കാൻ നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ പേരാണ് ദൈവസ്നേഹം. യോഹന്നാൻ 3:16. അതിനേക്കാൾ വലിയൊരു വാക്യം ബൈബിളിൽ ഇല്ല. വിശുദ്ധ ബൈബിളിന്റെ കീ വേർഡാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തരുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് അവിടെ കാണുന്നത്. അതാണ് ദൈവസ്നേഹം. ഇത് നമ്മളിലുണ്ടോ? പ്രസംഗിക്കുന്ന എന്നിലില്ല. അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവെ കുറച്ചുകൂടെ അധികം സ്നേഹിപ്പാൻ കൃപ തരണമേ. ആദ്യം ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങണം. ദൈവത്തെ സ്നേഹിക്കാത്തവൻ എങ്ങനെ സഹോദരനെ സ്നേഹിക്കും? ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 16:22 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെയൊക്കെ ലിസ്റ്റ് പേരിൻ്റെത് മാറ്റി എഴുതണം. എത്രമാത്രം മാറ്റം നമ്മളിൽ സംഭവിക്കണമെന്ന് ഗൗരവമായി ചിന്തിക്കണം. ഒരു കയ്യടി കൊണ്ടും ഇപ്പൊ കിട്ടുന്ന ഒരു രോഗശാന്തി കൊണ്ടും ഒരു വീട് കൊണ്ടും കാറ് കൊണ്ടും ഒന്നും ദൈവസ്നേഹം തികഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. തിരിച്ച് ദൈവത്തെ സ്നേഹിപ്പാനുള്ള ബാധ്യതയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് വീടും കാറും ലോകോ ഏക്കറും ജോലിയും ശമ്പളവും ഒന്നുമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ലോകത്തിലെ ഓരോ ആർക്കിടെക്റ്റിന്റെ, ഓരോ എഞ്ചിനീയറുടെ, ഒരു മിടുക്കന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. ഇവിടുത്തെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ നിർമ്മിതിയാണെന്നാ പറയുന്നത് ബുർജ് ഖലീഫ. 1 കിലോമീറ്ററിന് താഴെ പൊക്കമേ അതിനുള്ളൂ. 865 മീറ്ററോ മറ്റോ തോന്നുന്നു. 1 കിലോമീറ്റർ തകണ 130 മീറ്ററോടെ ഇനിയും വേണം. അത്രയുള്ള പണിയാണ് ഉയരം കൊണ്ട് ഇപ്പം വലുത്. അതിനേക്കാൾ വലുത് വേറെ വന്നുകൊണ്ടിരിക്കുക സൗദിയിലും ഇറാഖിലും ഒക്കെ. സ്വത്രം. ഈ പണി ഇപ്പൊ കാണുന്ന നമ്മൾ പോയി അവിടെ അന്തം വിട്ട് നോക്കി നിൽക്കും. അയ്യോ ഇതാ ഭയങ്കര പണിയാ. ഞാൻ എൻ്റെ ചോട്ടിൽ പോയി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും.
പക്ഷേ അതുണ്ടാക്കിയവനത് അത്ഭുതമല്ല. കാരണം അവൻ അവിടെ പണിയുന്നതിന് മുമ്പ് അയാളുടെ മനസ്സിൽ അതുണ്ടായി. അയാളുടെ മനസ്സിലുണ്ടായത് അയാൾ പേപ്പറെ വരച്ചു. കാശ് മുടക്കാൻ കഴിയുന്നവന്റെ കൈ കൊണ്ട് കൊടുത്തപ്പോൾ പിന്നെ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കി അതിന്റെ മറയെല്ലാം മാറ്റി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നമുക്കിത് അത്ഭുതമാണ്, ഉണ്ടാക്കിയവന് അത്ഭുതം അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ കേട്ടു. സൗദിയില് താബൂക്ക് എന്ന് പറയുന്ന സൗദിയുടെ അങ്ങേയറ്റത്തുള്ള പട്ടണത്തിന്റെ കുറച്ചങ്ങോട്ട് മാറി ഈജിപ്തിന്റെ അതിര് വരെ, അഥവാ ഇസ്രായേലിന്റെ അതിരിന് അടുത്ത് വരെ, യോർദാന്റെ അടുത്ത് വരെ, ഈ 3 രാജ്യങ്ങളും അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഹക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാൽ 4 രാജ്യം ഒന്നിച്ച് കാണാം. സൗദിയുടെ അറ്റത്ത് ചവിട്ടി നിന്നുകൊണ്ട് 2-3 കിലോമീറ്റർ വീതി അക്കരയിലേക്ക് നോക്കിയാൽ ഈജിപ്റ്റ്, വലതുവശത്തേക്ക് നോക്കിയാൽ ഇസ്രായേലിന്റെ തുടക്കം, തൊട്ടു വലതുവശത്ത് ജോർദാൻ. ഈ 4 രാജ്യങ്ങൾ ഞാൻ ആ കാൽച്ചോട്ടിൽ നിന്ന് ഈ 4 രാജ്യം ഒരു കാൽച്ചോട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. സ്വത്രം അവിടം വരെ 137 കിലോമീറ്ററോ മറ്റോ നീളമുള്ള വമ്പൻ ലോകത്തിൽ ഇന്ന് വരെ ഉള്ളതിലേക്കും വലിയ നിർമ്മിതി സൗദി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 2030 മുമ്പ് അത് ഉദ്ഘാടനം ചെയ്യുമെന്നൊക്കെയാ പറഞ്ഞു കേൾക്കുന്നത്. 137 കിലോമീറ്റർ നീളമുള്ള ഒരു പട്ടണം, ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലേക്കൊന്ന് പോകണം. സ്തോത്രം. അവിടെ പറഞ്ഞേക്കുന്ന കണക്ക് YS സാറൊക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ ഉയരം. അതാണ് പുതിയ യെരുശലേം. ആർക്ക് വേണ്ടിയാ? ഈ മണവാട്ടിക്ക് വേണ്ടി. ഇന്ന് ആട്ടി ഓടിപ്പിക്കപ്പെടുന്ന, ചീത്ത വിളി കേൾക്കുന്ന, ഉപദ്രവിക്കപ്പെടുന്ന, ജയിലിൽ കിടക്കുന്ന, വീട്ടിലും നാട്ടിലും പോലീസിലും നിന്ന് ഉപദ്രവിക്കപ്പെടുന്ന ഈ സാധുക്കളായ ദൈവമക്കൾക്ക് വേണ്ടി തന്റെ പ്രിയൻ ഉണ്ടാക്കിയതിന്റെ ചെറിയ ഒരു ചിത്രം വെളിപ്പാട് പുസ്തകം തരികയാണ്. ബുർജ് ഖലീഫയ്ക്ക് 1 കിലോമീറ്റർ നീളമില്ല, ഇത് 2400 കിലോമീറ്റർ നീളമാണ്. അത്രയും വീതിയാണ്, അത്രയും ഉയരമാണ്. അത് എത്ര നിലകളായിരിക്കും? ലോകത്തിലെ കോടാനുകോടി വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഒരുക്കി തീർന്നാൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും. ഒരു വാക്ക് കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഉണ്ടായ ഭൂമിയുടെ മനോഹാരിത കോടിക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് രൂപ മുടക്കി ആയിരക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചിട്ട് കണ്ടു തീർന്നിട്ടില്ലെങ്കിൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് 2000 കൊല്ലമായി ഉണ്ടാക്കി തീർന്നിട്ടില്ല. തീർന്നിരുന്നെങ്കിൽ അവൻ വന്നേനെ. അതിന്റെ മനോഹാരിത ഊഹിക്കാൻ ലോകത്തിൽ ഒരുത്തനും കഴിയത്തില്ലെന്നാണ് 1 കൊരിന്ത്യർ 2:9 എഴുതിയിരിക്കുന്നത്. എന്നാൽ 10-ാം വാക്യം നമുക്കൊരു വെളിപ്പാട് തരുന്നുണ്ട്. നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പൊട്ടരായിരിക്കരുത്. സ്വതന്ത്രം വെളിപ്പാട് ലഭിച്ച ദൈവമക്കൾക്ക് പ്രാപിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ദർശനം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പാടുമ്പോൾ, വായിക്കുമ്പോൾ, ഉപദ്രവം സഹിക്കുമ്പോൾ അവരുടെ കാലുകൾ ഭൂമിയിൽ ഉറയ്ക്കാത്തത്. സ്വതന്ത്രം അവരെ കുതിച്ചു തുള്ളി ചാടി സന്തോഷിക്കുന്നതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, പ്രാപിക്കാൻ പോകുന്നതിന്റെ വലിപ്പവും മനോഹാരിതയും അവരുടെ മനോമുഖരത്തിൽ കർത്താവ് കൊടുത്തു കഴിഞ്ഞു. 10-ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കണമെന്ന് വാശിയുള്ള പിള്ളേര് ചാപ്പാട് മാറ്റിവെച്ച് അമ്മ വിളിച്ചാൽ വരാതെ കണ്ട് രാത്രി കുത്തിയിരുന്ന് പഠിക്കത്തില്ലേ? MBBS എൻട്രൻസ് കിട്ടാൻ ഊണും ഉറക്കവും വിട്ട് പഠിക്കത്തില്ലേ? അപ്പൊ ഭാവിയെ കുറിച്ച് ഇവിടെ താൽക്കാലിക ഇത്ര വർഷത്തെ ജോലി മാത്രം ചെയ്യാൻ കഴിയുന്ന ഈ പഠനത്തിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ കൈയിട്ട് വാരിത്തിന്ന് ശീലിച്ച പിള്ളേര്, അവർക്ക് ലക്ഷ്യബോധം അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചാപ്പാട് വേണ്ട, ഊണ് വേണ്ട, ഉറക്കം വേണ്ട, അമ്മേ ഞാൻ ഉറങ്ങിപ്പോയാൽ എന്നെ ഇപ്പം വിളിച്ചേക്കണമെന്നും പറഞ്ഞു വെച്ച് കിടക്കുന്ന പിള്ളേരുടെ അകത്ത് ഇത്ര ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ ഈ വെളിപ്പാട് കിട്ടിയ മണവാട്ടിയുടെ ചാട്ടം എന്താ? പാട്ടുകാരൻ പാടുന്ന സന്താപം തീർന്നിട്ട് അന്തമില്ല യുഗം കാന്തനുമായി വാഴുവാൻ ഉള്ളം കുതിക്കുന്നേ, പാദങ്ങൾ പൊങ്ങുന്നേ. ഈ ഭൂമിയിൽ അവന്റെ കാൽ ഉറക്കത്തില്ല. ഇത് നമ്മുടെ നാടല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരും. ഞാൻ വിഷയത്തിൽ നിന്ന് വായിച്ച വാക്യത്തിനകത്തുനിന്ന് ഇങ്ങോട്ട് മാറി മാറി പോകുന്നു. സ്തോത്രം. തിരിച്ചു വരാം. ഹല്ലേലൂയ. ഫലം പുറപ്പെടുവിച്ചാലേ ഇത് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു വന്നതിന്റെ സാരം. കൈകൊട്ടിയത് കൊണ്ടൊന്നും അങ്ങ് എത്തത്തില്ല. നല്ല യോഗങ്ങളിൽ നിന്ന് ചാടിയത് കൊണ്ടും അങ്ങ് പോകത്തില്ല. തിരിച്ച് അവിടെ തന്നെ നിന്ന് വന്ന് നിൽക്കത്തേ ഉള്ളൂ. അങ്ങോട്ട് പോകണമെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ ഫലവത്തായ ജീവിതത്തെ
അവൻ എടുക്കും. അതിനുള്ള ഒരുക്കത്തിന് നമ്മൾ ഈ ഫലം പുറപ്പെടുവിച്ച് പറ്റൂ. ഈ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എവിടെ നട്ടേക്കുന്നത്. ഏറ്റവും ആദ്യം കാണാതെ പിടിച്ച കൊച്ചു സങ്കീർത്തനമില്ലേ, 1-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കാമോ? 1-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. Psalms 1:3. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാ, ഒന്ന് കേൾക്കണം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും മതി തക്കകാലത്ത് കായ്ക്കുന്നതും. മതി, എനിക്ക് ആ തുടക്കം കിട്ടാനായിട്ടാ. നമ്മളങ്ങ് ധൃതി പോയാലൊക്കത്തില്ല. ഇതെല്ലാം എളുപ്പം പഠിച്ച് പണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ വായിച്ച് കേൾപ്പിക്കുന്ന പോലെ വായിച്ചാലൊന്നും ഒക്കത്തില്ല. സ്തോത്രം. ഇത് എന്താ അവിടെ ശ്രദ്ധിച്ച് വായിച്ച്? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും. അപ്പൊ ഏത് മരത്തിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നേ? ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം ഏതാണ്? ആപ്പിളാണോ, മാവാണോ, പ്ലാവാണോ? സ്തോത്രം. ഇതൊന്നുമല്ല, അവനാ, അല്ലെങ്കിൽ അവളാ. എന്നെ നിങ്ങളെ നട്ട കാര്യമാണ് പറയുന്നത്. ഏത് നദിയുടെ തീരത്താ? പമ്പയുടെ മണിമലയുടെ ഒക്കെ തീരത്തായിരുന്നെങ്കിൽ ഒന്നീ വലിയ വെള്ളം വരുമ്പോൾ മൂടോടെ പറിച്ചുകൊണ്ട് പോകും, അല്ല പിന്നെ വേനൽക്കാലത്ത് അത് ഉണങ്ങി കുറഞ്ഞു പോകും. ഇത് അവിടെ ഒന്നുമല്ല, ജീവജല നദിയുടെ തീരത്താ നട്ടേക്കുന്നത്. സ്തോത്രം. രാവും പകലും ഈ വചനം ധ്യാനിക്കുന്ന ഭക്തന്മാർ എങ്ങനെയാ പറഞ്ഞത്? നിന്റെ വചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കുന്നു. സാധാരണ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നപ്പോഴാണ് നാട്ടില്, ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അപ്പോൾ അത് വലിച്ചെടുക്കാൻ കൂടുതൽ ഇടയാകുമെന്നാണ് സസ്യശാസ്ത്രം പറയുന്നത്. പകല് സൂര്യന്റെ വെളിച്ചത്തിൽ ഇലകളിൽ അത് പാചകം നടക്കുന്നു. അങ്ങനെയൊക്കെയാ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും കുറഞ്ഞ പക്ഷം ആ ഭാഷയിൽ പറയുക, വചനം ധ്യാനിച്ച് അകത്ത് കയറ്റിയാൽ നീതി സൂര്യന്റെ ചൂട് അത് ജ്വലിപ്പിച്ച് നമുക്കത് പ്രയോജനമാക്കി പാചകമാക്കി തീർക്കും. നീതി സൂര്യൻ യേശുവ. സ്തോത്രം. അപ്പം വചനം നമ്മൾ ആ നിലകളിൽ ധ്യാനിച്ചാൽ, പ്രാപിച്ചാൽ എന്തോ സംഭവിക്കും? 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന അടുത്ത 2 കാര്യമുണ്ട്. അവൻ ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്നതും, 2 തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും. എപ്പോഴേലും കായ്ച്ചാ പോരാ. ഇന്ന് യോഗമുണ്ട്, ഇന്ന് വരണമെന്ന് പറഞ്ഞാൽ ഇന്നൊക്കത്തില്ല, നാളെ കഴിഞ്ഞ് വരുന്നതല്ല തക്കകാലം, ഇന്ന് തന്നെ വരുന്നതാണ്. അതിനു വേണ്ടി ഏത് കാര്യവും മാറ്റി വെക്കണം. ഇന്നത്തെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അപ്പം ചെയ്യുന്നതാണ് തക്കകാലം. അതിന് ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. ഏതൊരു മനുഷ്യന്റെ ഉള്ളിന് തണുപ്പ് നൽകുന്ന, ആശ്വാസപ്രദമാകുന്ന ഒരു കാര്യം എപ്പോൾ ചെയ്യണമോ അപ്പം ചെയ്യുന്നതാണ് തക്കകാലം എന്ന് പറയുന്നത്. എപ്പോഴേലും ചെയ്യുന്നത് തക്കകാലമല്ല. നമ്മളെ വളരെ പരവേശം എടുത്തിരിക്കുമ്പം ഭംഗിയും രുചിയും ഒന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമാണ്. തിന്ന് തൃപ്തനായവനോ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. അവന് കൊണ്ടുപോയി എന്നാ നല്ല വെള്ളം കൊടുത്താലും ഇച്ചിരി രുചി നോക്കിയേച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുള്ളി ബാക്കി ചിലപ്പം കുടിക്കത്തില്ല. സ്തോത്രം. ദാഹിച്ച് പരവേശം കൊടുത്ത് 2 ദിവസമായിട്ട് വെള്ളം കാണാതെ വരുന്നവന് കാടി വെള്ളം കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. ഈ തക്കകാലം എന്ന് പറയുന്നത് ഇതാ, അത്യാവശ്യത്തിൽ പ്രയോജനപ്പെടുന്നതാണ്. അത് ചെയ്യാൻ നമുക്ക് ദൈവം കൃപ തരണം. അതൊരു വലിയ ഫലമാണ്, മറക്കത്തില്ല. ഉദാഹരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്കൊരാൾ ഒരിക്കൽ 15 രൂപ തന്ന എൻ്റെ ആയുസി മറക്കത്തില്ല. ഈ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും പോയിടത്തൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, വടക്കേന്ത്യയിലും ഒക്കെ. ഒരു 15 രൂപ, പല ദിവസമായി ഭക്ഷണമില്ലാതെ ഇരുന്ന ഒരു സഭ അവിടെ ഇല്ല. ഞാനൊരു പുതിയ സ്ഥലത്ത് നിന്ന് താമസം തുടങ്ങിയതുള്ളൂ, കണ്ണൂർ ജില്ലയില. സ്വത്രം. ആരും സഹായിക്കാനില്ല, RSSകാരില്ലാതെ ചുറ്റിലും ആരുമില്ല. പക്ഷെ ഒരു ഹിന്ദു പയ്യൻ എന്നെ പരിചയപ്പെടാൻ കയറി വന്നു. സുവിശേഷത്തോട് താല്പര്യമുള്ളൊരു ഈഴവ പയ്യനാണ്. സ്വത്രം. സുഭാഷ് എന്ന അവന്റെ പേര്. അവനൊരു 15 രൂപ വെച്ചിട്ട് പോയി. ഞാൻ അത് ഒറ്റവാക്കി പറഞ്ഞത്, അതിന് ഇച്ചിരി വേറെ പശ്ചാത്തലമുണ്ട്. സ്തോത്രം. എൻ്റെ ആയുസ് മറക്കാനൊക്കത്തില്ല. ഞാൻ അവനോട് വാങ്ങിയില്ല. കാരണം ആയുസിൽ ആദ്യം പരിചയപ്പെടുക. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, സുവിശേഷത്തോട് താല്പര്യമുണ്ട്. ആ നാട്ടിലൊരു ഉപദേശം താമസിക്കാൻ വന്നെന്നറിഞ്ഞ് പരിചയപ്പെടാൻ വേണ്ടി മാത്രം എൻ്റെ വീട്ടിൽ കയറി വന്നതാണ്. ആ 15 രൂപ വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഓടി. ആ 15 രൂപയും കൊണ്ട് ഞാൻ പുറകെ ഓടി. താഴെ റോഡിൽ ഇറങ്ങിയ അവൻ മുകളിൽ അവൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ അതിന് താഴെ എൻ്റെ കടയിലോട്ടും പോയി. അവിടെ ചെന്ന് 15 രൂപയ്ക്ക് 3 കിലോ അരിയും മേടിച്ച്, 2 രൂപ കൊടുത്ത് 1 കിലോ കിളിമീനും മേടിച്ച്, 1 രൂപയ്ക്ക് ഒരു പാക്കറ്റ് മുളക് പൊടിയും മേടിച്ച്. 34 കൊല്ലം മുമ്പാ കേട്ടോ. അന്ന് അരിക്ക് 4 രൂപ വിലയില്ല.
പല ദിവസമായി ഭക്ഷണം കഴിക്കാതിരുന്ന എനിക്ക് എൻ്റെ വീട്ടിൽ കയറി വരാൻ ഒരു മനുഷ്യനില്ലാത്ത ആ നാട്ടിൽ, ഒരു വിശ്വാസി ഇല്ലാത്ത ആ നാട്ടിൽ ലഭിച്ച 15 രൂപയുടെ കാര്യം ഈ അമേരിക്കയിൽ ഞാൻ ഒത്തിരി സഭകളിൽ പ്രസംഗിച്ചു. കാരണം തക്കകാലം എനിക്ക് അതുപോലെ പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനില്ല. എനിക്ക് 50,000, 25,000, 10,000 ഒക്കെ തന്നവരൊക്കെ പിന്നീട് ഒത്തിരി ഉണ്ട്. അതൊന്നും എനിക്ക് ഇത്രയും ഒക്കത്തില്ല. അപ്പം ഇതുപോലെ എനിക്കും നിങ്ങൾക്കും പ്രയോജനപ്പെട്ട തുകയുടെ വലിപ്പമല്ല, ആവശ്യ സമയത്തിനാണ് പ്രാധാന്യം. തക്ക കാലത്ത് ഫലം കായ്ക്കണം. വലിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. അപ്പം ഈ മരത്തിന് ഇല വേണം, ഫലം വേണം. ഫലം തക്ക സമയത്തായിരിക്കണം. തക്ക സമയത്ത് ഫലം കൊടുക്കണമെങ്കിൽ ഇല വാടുന്നതായിരിക്കരുത്. ഇല വാടിപ്പോയാൽ വേനൽക്കാലത്ത് വളർച്ച മുരടിച്ചു പോകും. അന്നേരം തക്ക സമയത്ത് കൊടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം കൃഷി നനയ്ക്കുന്നത്, നനയ്ക്കാൻ പറ്റുന്നവരൊക്കെ. അപ്പോൾ അത് സീസൺ ആകുമ്പോൾ കായ്ക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പൊ ഇല വാടരുത്. ചെറിയ ഒരു കാറ്റടിച്ചാൽ ഉടനെ, ഇച്ചിരി ചൂടടിച്ചാൽ ഉടനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ മുഖം മഞ്ഞളിച്ച് ഇലയും വാടിയിരിക്കുന്ന ആ പ്രകൃതമൊക്കെ മാറിയിട്ട് ആത്മാവിൽ ശക്തരായിട്ട് സന്തോഷിക്കുന്ന, വലിച്ചെടുത്ത വെള്ളമകത്ത് സ്റ്റോക്കുള്ള നല്ല വൃക്ഷമായിരിക്കണം. ചൂട് കാറ്റടിച്ചെന്ന് വിചാരിച്ച്, തോട്ടിലെ വെള്ളം ഇച്ചിരി പറ്റിയെന്ന് വിചാരിച്ച്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് മറ്റൊരു തുറിച്ചു നോക്കി ഈ പുള്ളി ഞാൻ സ്വോത്രം പറഞ്ഞിട്ട് എന്നോട് സ്വോത്രം പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പരിപാടിയിരിക്കുന്നത്. അങ്ങനെ ഒന്നും കയറി വാടരുത്. എൻ്റെ അകത്ത് വചനത്തിന്റെ സ്റ്റോക്ക് വേണം, നിലനിൽക്കണം, ഫലം കൊടുക്കണം. സ്തോത്രം. അങ്ങനെ ഫലം കൊടുത്താൽ അത് ഉടയവന് പ്രസാദമാണ്. ഞാൻ എളുപ്പത്തിൽ ഒരു 1-2 കാര്യം കൂടെ പറഞ്ഞ് അല്പ മിനിറ്റുകൾക്കകം ഇവിടെ ചുരുക്കാം. വിശദീകരിക്കാൻ കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ലൂക്കോസിന്റെ വിശേഷം 13-ാം അധ്യായത്തിന്റെ 6 തൊട്ടുള്ള വാക്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു ഒരാൾക്ക്. അദ്ദേഹം ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല. 3 കൊല്ലമായിട്ടും ഫലം കാണുന്നില്ല. എന്നാ പിന്നെ വെട്ടിക്കളഞ്ഞേക്കട്ടെ എന്ന് ചോദിച്ചു. സ്തോത്രം. പറഞ്ഞു, 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, കിളച്ചൊന്നുകൂടെ ഒന്ന് വളവിടാം, മേല കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഞാനും നിങ്ങളും മിക്കവാറും അങ്ങനെയൊക്കെ നിൽക്കുക. കായ്ക്കേണ്ടതുപോലെ കായ്ച്ചത് കൊണ്ടൊന്നുമല്ല, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ഇടയ്ക്ക് കയറി ഇപ്പം വെട്ടിക്കളയരുത് എന്ന് പറഞ്ഞ് ഒന്നുകൂടെ കിളച്ച് വളവിട്ട് നാളെയെങ്കിലും ഫലം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ഇനിയും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് കഷ്ടമാണ്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു ഒരു അത്തിയിൽ ഫലം തിരിഞ്ഞ് വന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മർക്കോസ് 11-ൽ പ്രത്യേകിച്ചും അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ പറയുന്നത്, യേശുവിന് വിശന്നിട്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം കണ്ടു. തഴച്ചു നിൽക്കുന്ന ഇലകളുള്ള ഒരു അത്തിവൃക്ഷം. യേശുവിന് വിശക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാരടങ്ങിയിരിക്കുവോ? 12 പേരും 12 കമ്പേ കൂടെ കയറി ഓരോ ഇലയെ ഇളക്കി മറിച്ച് നോക്കി. ഒരു പൊട്ടുക പോലും കിട്ടിയില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഹൂസ്റ്റണിൽ ചെന്നപ്പം ഇടുക്കിക്കാരനായിരിക്കുന്ന എൻ്റെ ഒരു പഴയ സ്നേഹിതനെ സംഗതി വശാൽ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അത്തിപ്പഴം ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, ഇത് ഈ കടയിൽ ഉണങ്ങിയിരിക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ, തിന്നാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കുറച്ച് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടുന്നാ? എൻ്റെ വീട്ടിൻ്റെ പുറകിൽ ഒരു ചെറിയ മരം നിൽപ്പുണ്ട്, നിറച്ചും കായ്കളാണ്, ഞങ്ങൾ തിന്ന് മടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് കൊണ്ടുതരണ്ട. എന്നാ? ഞാൻ പറഞ്ഞു, എനിക്ക് വന്ന് പറിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പുള്ളി എന്നെ കൊണ്ടുപോയി അടുക്കള തുറന്ന് എന്നെ പുറകോട്ട് ഇറക്കി വിട്ടു. അന്ന് വൈകിട്ട് ഞാൻ ഒറ്റ വാക്കി പറയും, അത്താഴം കഴിച്ചില്ല, അതിലേടെ നടന്നങ്ങ് മേഞ്ഞിയാൻ. സ്തോത്രം. അതാ എൻ്റെ നല്ല മലയാളം. കാരണം ഒരു 1-1.5 ആൾ പൊക്കമേ ആകെപ്പാടെ ആ മരത്തിനുള്ളൂ. അതിന് നിറച്ച് എഹരങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഓരോ ഇലയും ആ തണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന കവിളിലാണ് ഈ കായ ഉണ്ടാകുന്നത്. നമ്മൾ നാട്ടിൽ കാണുന്ന മരത്തെ നിറച്ചും പുറ്റുപോലെ പിടിച്ച് കിടക്കുന്നത് അത് കാട്ടത്തിയാണ്. സ്തോത്രം. അപ്പൊ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ, എൻ്റെ ഭാര്യ ഒന്ന് കാണിക്കാൻ, അവള് ദൂരെയായിരുന്നു. ഞാനിത് വീഡിയോയിൽ പിടിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ അത്തിപ്പഴം പറിച്ച് തിന്നുവാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടല്ലോ, ഇതന്നെ എത്ര പുതുമ, അവിടെ എല്ലാം മരത്തെ നിറച്ച് ഇങ്ങനെ കിടക്കുവാന്നല്ലോ പറഞ്ഞു. ഞാൻ പറയടി, അത് ചക്കായി ഇരുന്നതാ, ഇത് നവനയിൽ ഇരുന്നതാ, ഇത് രണ്ടാ സാധനം. ചക്കായി ഇരുന്നത് കാട്ടത്തിയല്ല, അതേ തടിയെ നിറച്ച കായ ഉണ്ടാകും, അത് വേറെ സാധനമാണ്. ഈ നദനയിൽ ഇരുന്നത് നീ സാക്ഷാൽ ഇസ്രായേലിയൻ. സ്വതന്ത്രം, നിന്നിൽ കവടമില്ലെന്ന് പറഞ്ഞ് അവൻ ഒറിജിനൽ അത്തിയുടെ കീഴയിലായിരുന്നേ. അങ്ങനെ
പഴയ നിയമവും പറയുന്നത് അത്തിയുടെ കീഴിലേക്ക് ഒരു സൽക്കാരത്തിന് ആളുകളെ വിളിക്കുന്ന കാലം വരുന്നു സഹസ്രാബ്ദത്തിൽ. അപ്പം സ്തോത്രം, അതിന് വേറെ. ഇത് ശിഷ്യന്മാർ തപ്പി നോക്കിയിട്ട് ഒരു പോലും ഇല്ല. നിപ്പ് കണ്ട പുള്ളിയുടെ കൈ 10,000 രൂപ എപ്പോഴും ഉണ്ടെന്ന് തോന്നിപ്പോ, 5 പൈസ പോലും ഇല്ല. ഞാൻ നമ്മുടെ ഭാഷ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. ഭയങ്കര ഇല തഴച്ചു നിൽക്കുക, പക്ഷെ ഒരു കായ് യേശുവിന് കൊടുക്കാനില്ല. പോക്കും വരവും ഒക്കെ കണ്ട ഭയങ്കര പുള്ളിയാ, ഒരു ഗുണവോട്ടില്ല എന്തായാലും. അത് പോരാ. യേശു അങ്ങോട്ട് മാറിയിച്ചു പറഞ്ഞു, ഇനി മേലാൽ നിന്നിൽ നിന്ന് യേശു അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ ശിഷ്യന്മാർ തിരിച്ചു വരുമ്പം പറയാ, കർത്താവേ, ഇന്നലെ നീ മൂന്നൊന്ന് വെച്ചതേ ഉള്ളല്ലോ, ദേ മൊത്തം ഉണങ്ങി നിൽക്കുന്നെന്ന്. സ്തോത്രം. എന്താണ് കാര്യം? ഉടയവന് കൊടുക്കാൻ കായില്ല, പിന്നെ എന്തോത്തിനാ ഇങ്ങനെ തഴച്ചു നിൽക്കുന്നത്? ഭാവവും രൂപവും ഒന്നും കാണിച്ചൊന്നും കർത്താവിന്റെ മുമ്പിൽ കളി നടക്കത്തില്ല. ഫലമില്ലെങ്കിൽ അവൻ കരിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലം. മർക്കോസ് അത് എഴുതിയേക്കുന്ന 11 അത്തിപ്പഴത്തിന്റെ കാലം അല്ലാഞ്ഞു. നിങ്ങളൊക്കെ ഭക്തി കൂടുതലുകൊണ്ട് എങ്ങനെ വായിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ച് ചില ചോദ്യമൊക്കെ ചോദിക്കും പുസ്തകത്തിനകത്ത് എനിക്ക് പിടിച്ചില്ലെങ്കിൽ. കർത്താവെ, കാലമല്ലാത്ത കാലത്ത് വന്നിച്ച് കാണഞ്ഞിട്ട് ചവിച്ചു പോയത് മര്യാദയാണോ എന്ന് ഞാൻ ചോദിച്ചു. സ്തോത്രം. അപ്പൊ അങ്ങനെ തപ്പി പോയപ്പോഴാ കാര്യം പിടികിട്ടത്. സ്തോത്രം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യത്തിലും ആവർത്തന പുസ്തകം 24-ന്റെ 19, 20, 21 വാക്യവും വായിച്ചാൽ ലേവ്യ 26-ന്റെ 3, 5, ആവർത്തനം 24-ന്റെ 19, 21 സ്തോത്രം വാക്യങ്ങളില് നിങ്ങൾ നിങ്ങൾ വൃക്ഷത്തിന്റെ ഫലം പറിക്കുമ്പോൾ കൊമ്പ് തപ്പി പറിക്കരുത്, വയല് കൊയ്യുമ്പോൾ അരികു തീർത്ത് കൊയ്യരുത് എന്ന് യഹൂദന് കർശന പ്രമാണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രമാണം വിട്ട് ദാരിദ്ര്യം മൂത്ത് ജീവിക്കുന്ന ഇവന്റെ കാലത്ത് ഇവൻ കൊമ്പും തപ്പിപ്പറക്കും, ഇവൻ വയലും തീർത്തു കൊയ്യും. കാല പറക്കാൻ രൂത്ത് വന്നാൽ ഇവന്റെ പറമ്പിലാവുന്നെങ്കിൽ തെണ്ടി പോകത്തേയുള്ള അവൾ അവിടുന്ന് തന്നെ തെണ്ടിയാ ഇങ്ങോട്ട് വരുന്നത്. നവോമിയും രൂത്തും കൂടി മോവാബ് ദേശത്ത് തെണ്ടി കുത്തുവാള എടുത്തിട്ട് തിരിച്ചു വരുക. ഇവിടെ വന്നപ്പോൾ ഒരുത്തും പറമ്പിൽ കയറ്റത്തില്ലെങ്കിൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ നല്ല ബോവസ് വേലക്കാരോട് പറഞ്ഞു, അവൾക്ക് വേണ്ടി നിങ്ങൾ സ്തോത്രം ശാസിക്കരുത്, അവളെ ഓടിച്ചു വിടരുത്, നിങ്ങളുടെ കയ്യിൽ മുറുകെ പിടിച്ചേക്കുന്ന കറ്റയ്ക്കകത്തുനിന്ന് ഇച്ചിരി വലിച്ചിട്ടും കൂടെ കൊടുത്തേക്കണം. അങ്ങനെ കിട്ടിയാ ഞാനും നിങ്ങൾ നിൽക്കുന്നതെന്ന് ഓർത്തോണേ. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ പറമ്പിൽ പിറക്കാൻ വരുന്നവരെ ഓടിച്ച് കളയരുത്. സ്തോത്രം. അവരോടും കരുണ കാണിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇതാണ് ഫലം. സ്തോത്രം. അങ്ങനെ വിശ്വസ്തയോടെ അമ്മായിമ്മയെ കരുതി വീട്ടിൽ വന്ന് അല്പനേരം മാത്രം താമസിച്ചിട്ട് ഉടനെ പിറക്കാൻ പോയവളെ വലിച്ചിട്ട് കൊടുത്ത് പിറക്കിച്ചു. പിന്നെ പുതപ്പിനകത്ത് ഇടങ്ങഴി അളന്നു കൊടുത്ത് അവൾക്ക് സമൃദ്ധി നൽകി. പോരായെന്ന് തോന്നിയപ്പോൾ വയലിന്റെ ഉടമസ്ഥയാക്കി അവളെ വിവാഹം കഴിച്ചും കൂടെ വല്യമ്മച്ച് സ്ഥാനത്തേക്ക്, യേശുവിന്റെ വല്യമ്മച്ച് സ്ഥാനത്തേക്ക് പ്രമോഷൻ കൊടുത്തു. തക്ക കാലത്ത് ഫലം കൊടുത്ത് സ്തോത്രം. ഭർത്താവും മരിച്ച ആ മക്കളും മരിച്ചപ്പോൾ നവോമി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രീവിങ്, അവള് ദുഃഖിക്കുക. ഓർപ്പ ടാറ്റ പറഞ്ഞു, ലീവിങ്, വിട്ടുപോയി. രൂത്ത് ക്ലീവിങ്, പറ്റി നിന്നു. ദൈവത്തിന് സ്തോത്രം. പറ്റി നിന്നവളെ ആദരിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അവസരം വരുമ്പം പറ്റിച്ചേച്ച് പോവല്ല, അവിടെ പറ്റി നിന്നവള്. ദൈവത്തിന്റെ കൃപ ആ കുടുംബത്തിന്മേൽ ചൊരിഞ്ഞത് കാണുന്നു. ഫലം പുറപ്പെടുവിച്ചു. അങ്ങനെയാണെങ്കിൽ തക്ക കാലത്ത് ഫലം കൊടുക്കണം. യഹൂദൻ അത് കൊടുത്തില്ല. അക്കാരണത്താൽ സ്തോത്രം അതിനെ ഉണക്കിക്കളഞ്ഞുവെങ്കിൽ. സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. രാവിലെ നിങ്ങൾക്കൊക്കെ അടുക്കളയിൽ പണി കാണും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഇനി തീർന്നില്ല. അതിന്റെ ദൈവം ഇനി അവസരം തരട്ടെ. സ്തോത്രം. നമുക്ക് തക്ക കാലത്ത് ഫലം കായ്ക്കാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കാൻ ഒക്കത്തില്ല, അത്തിയിൽ നിന്ന് ഒലിവുപഴം ഉണ്ടാകത്തില്ല. മത്തായിയും ലൂക്കോസും യാക്കോബിന്റെ ലേഖനമൊക്കെ അത് വിശദീകരിക്കുന്നത് കൊണ്ട് നാം പുറപ്പെടുവിക്കുന്ന ഫലം ഏത് ഫലമാണ് എന്ന് ചിന്തിക്കണം. ആത്മാവിന്റെ ഫലമാണോ വേറെ വല്ലതും ആണോ? സ്തോത്രം. വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്ര. സമയം തന്നതിനും ശ്രദ്ധിച്ചതിനും നന്ദി. നമ്മുടെ ഫലത്തെ തിരിഞ്ഞ് പരിശോധിക്കാനും അധികം ഫലം കായ്പാൻ ചെത്തിവെടിപ്പാക്കുന്നതിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനും നമ്മുടെ ഫലങ്ങൾ നിലനിൽക്കുവാനും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമക്കൾ തുറന്ന് ശുശ്രൂഷ ഏറ്റെടുത്താട്ടെ. ആമേൻ.